നമുക്ക് ഡാറ്റ സെറ്റ് കാണാം. അവിടെ ഡാറ്റ കാണിക്കും. ഒരു കൺസോൾ ആപ്ലിക്കേഷൻ എടുക്കാം. കൺസോളിന്റെ 8 ഫസ്റ്റ് ടൈമാണ് നോക്കാം. ഇത് വിഷ്വൽ സ്റ്റുഡിയോ ആണോ? അതെ. .NET കോറിൽ കണ്ട് അല്ല മറ്റേ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കണ്ടിട്ട് ഇപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ കണ്ടിട്ട് മനസ്സിലാവണല്ലോ അല്ലേ? അല്ലേ? അത് ആ തീം മാറ്റി കഴിഞ്ഞാൽ പിന്നെ സിമിലറാ. വൈറ്റ് കളറിൽ കിടക്കണോണ്ടാ. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 രീതിയിലുള്ള ഡിസ്കഷൻ കേട്ടായിരുന്നു. ബ്ലാക്ക് സ്ക്രീനാണ് കണ്ണിന് നല്ലതെന്നും പറഞ്ഞത്. കണ്ണിന് നല്ലത് ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും, പക്ഷേ ഡെമോയ്ക്ക് നല്ലത് വൈറ്റ് സ്ക്രീൻ ആണ്. ഡെമോയ്ക്ക് നല്ലത് നമ്മള് പ്രസന്റേഷൻ നമ്മൾ പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ബ്ലാക്കിൽ വൈറ്റ് നല്ലത്. ആണോ? വൈറ്റില് ബ്ലാക്ക് വന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കിട്ടില്ല. സാറിന്റെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, വീഡിയോ പഴയ വീഡിയോയിൽ അങ്ങനെയാണ്, ഒന്നും കാണൂല. മറ്റേ ഇതിലാണോ ഈ ഈ റൂബി കോൺഫിൽ എടുത്ത വീഡിയോ ആണോ? അതൊക്കെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഏതൊക്കെയോ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊരു ഇതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് കേൾക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്ലാക്കില് വൈറ്റ് ടെക്സ്റ്റ് വരുമ്പോ അത് വായിക്കാൻ സ്ട്രെയിൻ കൂടുതല എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സത്യമാണ്. പക്ഷെ രാത്രി ഇരിക്കുമ്പോ ബ്ലാക്ക് വൈറ്റ് വരുമ്പോഴാണ് കണ്ണിനോട് സുഖം. SQL സെർവർ ടേബിൾ ആണ് ഈ കാണിക്കണേ. അതെ അതെ. നോർത്ത് വിൻഡ് ഡാറ്റാബേസ് ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന നോർത്ത് വിൻഡ് ഡാറ്റാബേസ് മൈക്രോസോഫ്റ്റിന്റെ കൂടെയുള്ള. നോർത്ത് വിൻഡ് ഡാറ്റാബേസ് ഒരു സെന്റൻസ് എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്താണ്? ഒരു ഡമ്മി ഡാറ്റാബേസ് ആണ്. അവിടെ എംപ്ലോയീസ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. അതായത് എന്ത് കമ്പനിയാണെന്ന് അറിയാമോ നോർത്ത് വിൻഡ്? ഒരു വെർച്വൽ കമ്പനിയാണ്. ഇപ്പൊ ACME ഡാറ്റാബേസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇത് പണ്ട് ആക്സസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡാറ്റാബേസ് അല്ലേ? അത് ആക്സസിലുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ തന്നെയാണോ പേരെന്നറിയില്ല, പക്ഷെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു കമ്പനി ട്രേഡിംഗ് കമ്പനിയാണ്. അപ്പൊ കാറ്റഗറീസ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിലാണ്. നിങ്ങൾക്ക് SPJ ഡാറ്റാബേസ് ആയിട്ടുണ്ടല്ലോ അല്ലെ? SPJ ഡാറ്റാബേസ് സപ്ലയർ പ്രൊജക്ട് ഡാറ്റാബേസ് ഉണ്ട്. അതായത് CJ ഡേറ്റ് അയാളുടെ SQL ബുക്സ് എല്ലാം അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ലിങ്ക് ഇടാമോ? ലിങ്ക് തപ്പിയാൽ മതി. ഒന്ന് അവിടെ SPJ ഡാറ്റാബേസ് CJ ഡേറ്റ് എന്ന് അടിച്ച് ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അപ്പൊ എല്ലാവർക്കും കാണാമല്ലോ. SPJ ഡാറ്റാബേസ്. SPJ ആണോ ഉദ്ദേശിക്കുന്നത്? SPJ ഡാറ്റാബേസ് സപ്ലയർ പ്രൊജക്ട് SPJ ഡാറ്റാബേസ് മറ്റേ CJ ഡേറ്റ്. ഇതായിരിക്കും. അല്ല അത് മറ്റേ അല്ല അത് വളരെ ഇമ്പോർട്ടന്റ്. ഷാൽവിന്റെ സ്റ്റുഡൻസിനും ഗുണമായിരിക്കും. SPJ ഡാറ്റാബേസ് CJ ഡേറ്റ്. കണ്ട എല്ലാത്തിലും ഇതുണ്ട്. കണ്ട ആ ബുക്കിലുണ്ട്, അടുത്ത ബുക്കിൽ ഡാറ്റാബേസിലല്ലേ, ഇതിലെല്ലാം കണ്ട ഏതൊക്കെയുള്ള സപ്ലയർ പ്രൊജക്ട് J എന്താന്ന് നോക്കി. ലാസ്റ്റത്തെ കണ്ട. അപ്പൊ ഇത് വെച്ചിട്ടാണ് പുള്ളി എല്ലാ SQLും കാണിക്കണേ. പുള്ളിയുടെ എല്ലാ എക്സാമ്പിളും ഇത് തന്നെയായിരിക്കും. അപ്പൊ പുള്ളി തന്നെ പറയണ്ട, പുള്ളിനെ കളിയാക്കി ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് സെയിം സാധനം തന്നെ ചെയ്ത് ഐ വിൽ ഡിസൈൻ അൺടിൽ ഐ ഗെറ്റ് ഇറ്റ് റൈറ്റ് എന്ന്. ഇത് ക്ലിപ്പറിന്റെ ഒരു ഫേമസ് ബുക്കിൽ നിന്നാണ് ഞാൻ ഈ ഡാറ്റാബേസ് ആദ്യമായിട്ട് കാണുന്നത്. റിക് സ്പെൻസറിന്റെ ക്ലിപ്പർ പ്രോഗ്രാമിംഗ് ഗൈഡിൽ. സാറേ ലിങ്ക് ഒന്ന് എടുത്തിട്ടെ ഒന്ന് ഇടോ, ചാറ്റിലിട്ടേക്കോ. ഓക്കെ.
അല്ല ഇതെന്താണെന്നറിയാവോ, ഈ പീറ്റർ സാലസ് അയാളുടെ ബുക്ക് ഉണ്ട്, ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ്. അതിൽ എസ്ക്യൂഎലിന്റെ എക്സാമ്പിൾ SPJ തന്നെ കൊടുത്തതാണ്. അപ്പൊ ഈ നോർത്ത് വിൻഡ് മൈക്രോസോഫ്റ്റ്, കാരണം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ക്വയറി ഒക്കെ പഠിക്കാൻ പറ്റും നോർത്ത് വിൻഡ് വെച്ചിട്ട്. അതേമാതിരി അതാണ്. അല്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാൽവിന്റെ കോൺട്രാക്ട് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അതേമാതിരി മറ്റേ വൈശാഖ് ബാബു അതിലൊരു ഇന്നോവേഷൻ ആഡ് ചെയ്ത്, അതായത് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആവാം, റിലേറ്റീവ്സ് ഫ്രണ്ട് ആവാം. അപ്പൊ അത് മെനി ടു മെനി ആയി മാറി. ഇത് ടോപ്പ് ലെവൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സി ഷാർപ്പ് 10 വന്ന ടോപ്പ് ലെവൽ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കണക്ഷൻസ് കൊടുക്കാം. ടോപ്ലെസ് സ്റ്റേറ്റ്മെന്റാ മെയിൻ ഇല്ലാത്തത്. വെറുതെ ഒരു റിക്വയർമെന്റ് ആണ് ഇത്. കൺസോൾ ഡോട്ട് റൈറ്റ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ്റെ കണ്ടൻസ് ആണ്. മനസ്സിലായി. അതായത് പഴയ കോഡൊന്നും കമ്പൈൽ ചെയ്യാൻ പാടില്ല. രണ്ട് സപ്പോർട്ട് ചെയ്യും. ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയിരിക്കും. ഒരു ദിവസം ഇതെല്ലാം കൂടി എടുത്ത് കളയും, അത് ഞങ്ങൾ പഴയത് കളഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഇത് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമുക്കൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ പൈത്തൺ സ്ക്രിപ്റ്റ് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഹെഡേഴ്സും ആവശ്യമുള്ള കാര്യങ്ങളും മാത്രമല്ലേ ഉള്ളൂ. C# സംബന്ധിച്ചിടത്തോളം കുറെ ബോയിലർപ്ലേറ്റ് കോഡ് ഉണ്ടല്ലോ, മെയിൻ സംഭവങ്ങള്, ആർഗ്യുമെന്റ്സ്, നെയിം സ്പേസ്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കാം. കോമൺ പൈത്തൺ മാനിയാണത്. അല്ല, ഇത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതുപോലെ തന്നെ ആവും. അത് മനസ്സിലായി. അല്ല, സിന്റാറ്റിക് ഷുഗർ എന്ന് പറയുന്ന സാധനം ഉള്ളത്. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ലൊട്ടിലൊടുക്ക് ഫീച്ചേഴ്സ് കയറ്റി C# പിന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇനിയും ഫീച്ചേഴ്സ് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കണത്. അത് ഞാൻ ആ കാര്യത്തിൽ ഗോക്കാര് സമ്മതിക്കും കേട്ടോ. എസെൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ഇനി അങ്ങോട്ട് ഉണ്ടാവില്ലെന്നാണ്. ആ പടം അവർക്ക് പറ്റിയത് ജെൻറിക്സ് ഒഴിവാക്കിയത് ഒരു മണ്ടത്തരം മാത്രമേ പറ്റിയുള്ളൂ. അതവര് തിരിച്ചു ശരിയാക്കിയില്ലോ ഇപ്പൊ. അതെ അത് ശരിയാക്കി. അല്ല, മിസ്റ്റേക്സ് അവർ അഡ്മിറ്റ് ചെയ്യാൻ പറ. റീസെന്റ് ആഡ് ചെയ്തൊരു ഫീച്ചർ ആവട്ടെ, സ്പാൻ ആഡ് ചെയ്തായിരുന്നു റീസെന്റ്. സ്പാൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഉള്ള അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അതിനെ. അല്ല, ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം സ്ട്രിങ്ങിനെ റീഡ് ഉള്ളി അറയായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇടയിന്ന് റീഡ് ചെയ്യാൻ മാനിപ്പുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് സിന്റാറ്റിക് ഷുഗർ അല്ലല്ലോ, അത് സെമാന്റിക്കലി വാലിഡ് ന്യൂ കൺസ്ട്രക്റ്റ് ആണ് ആഡ് ചെയ്തേക്കണേ. അതെ, അത് പിന്നെയും കുഴപ്പമില്ല. ഈ അല്ല, അതിപ്പോ ലൈബ്രറി ആയിട്ട് ആഡ് ചെയ്യാലോ. ലൈബ്രറി ആയിട്ട് ആഡ് ചെയ്യാം, പക്ഷെ അതിന്റെ സപ്പോർട്ട് വേണ്ടേ? സപ്പോർട്ട് ഇല്ലാണ്ട്, അതായത് എന്താ പറയാ, കോറിൽ സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മ ആഡ് ചെയ്ത് കഴിഞ്ഞാല് എക്സ്ട്രാ ഇത് ലൈബ്രറി ആയിരിക്കില്ലേ? സ്പാൻ എന്നുള്ളത് അല്ല, അത് കോർ ഫംഗ്ഷനാ. ആരെങ്കിലും അല്ല, അത് പോട്ടെ. ഷാൽവിൻ ഇത് അല്ല, ഇത് ചെയ്തോട്ടെ. അതുകൊണ്ട് നമുക്ക് എന്റെ സ്പാൻ നമുക്ക് കാണണം. എനിക്ക് അതല്ല, എന്താ അയ്യോ, അങ്ങനെ കാണിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. അങ്ങനെ വേണ്ട. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഷാൽവിൻ ഇപ്പൊ എന്താ പറയാ, പാണ്ടാസ് ഉപയോഗിക്കാനുള്ള ധൈര്യം കൂട്ടാൻ വേണ്ടി പാണ്ടാസിന്റെ ഡോക്യുമെന്റേഷൻ വായിച്ചാൽ മതി, ഡാറ്റ സെറ്റ് എന്താന്ന് നോക്കിയിട്ട്. Distractions. ഇതാണ് ലൈവ് മീറ്റിംഗ്സിന്റെ ഒരു പ്രശ്നമാണ്. സോ stuff on products, പിന്നെ data adapter dot fill മെത്തേഡ് ആണ്. ഞാനൊരു ഡാറ്റ സെറ്റ് ഡിസൈൻ applications ഉപയോഗിക്കുക.
നേരത്തെ ആ റിസൾട്ട് സെറ്റ് നമ്മൾ കർസർ മാതിരി ഐട്രേറ്റ് ചെയ്യല്ലേ. ഏഹ് ആ ഇവിടെ ഡാറ്റ സെറ്റിലോട്ട് ഇൻജസ്റ്റ് ചെയ്യും, പിന്നെ ഡിസ്കണക്റ്റഡ് മോഡിലാണ് റൺ ചെയ്യണം, പിന്നെ ഒറിജിനൽ ഡാറ്റ സെറ്റായിട്ട് ബന്ധമില്ല. ഓ അപ്പൊ നമ്മള് ഡാറ്റ ഫെച്ച് ചെയ്യാൻ കൊടുക്കുന്ന സാധനം നമ്മൾ കെയർഫുള്ളി ക്രാഫ്റ്റ് ചെയ്യണം. അതെ. അല്ല, അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് ഇത് ശരിക്കും IMDB എന്ന് പറഞ്ഞിട്ട് 90s കോമന് വേണ്ടി തുടങ്ങിയ ഇനിഷ്യേറ്റീവ് ആ ഡാറ്റ സെറ്റ്, ഇൻ മെമ്മറി ഡാറ്റാബേസ്. ഇപ്പൊ ആ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു XML ഡോക്യുമെന്റ് ആണത്. ഉം. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാക്കേജ് എഴുതുമ്പോൾ ജേർണല്, ലെഡ്ജർ, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ടിങ്ങിന് ഇത് കൊള്ളില്ല കേട്ടോ. ഡാറ്റ റീഡർ ഉപയോഗിക്കണം, അതായത് റിസൾട്ട് സെറ്റിന്റെ ഈക്വലന്റ് ഉപയോഗിക്കണം. ഉം, ഉം. ഇത് ഈ ഡാറ്റ മറ്റേ റിസൾട്ട് സെറ്റിന്റെ അബ്സ്ട്രാക്ഷന് മേളിലല്ലേ ഇത് വർക്ക് ചെയ്യണേ? അതെ അതെ, ഡാറ്റ റീഡർ ആണ് റിസൾട്ട് സെറ്റിന്റെ കറസ്പോണ്ടിങ് തിങ് ഇൻ ഇവിടെ മറ്റേ കർസർ ഡാറ്റ റീഡറും ഇത് ഡിസ്കണക്റ്റഡ് ഡാറ്റ സെറ്റ്. ഇതില് ഫുൾ റിലേഷണൽ ടേബിൾ തന്നെ കിട്ടും നമുക്ക് കേട്ടോ, റിലേഷണൽ ഡാറ്റാബേസ് തന്നെ കിട്ടും. കാരണം ഈ ഡാറ്റ സെറ്റില് ടേബിൾ കളക്ഷൻ ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ. പിന്നെ റിലേഷൻ ഒക്കെ സെറ്റ് ചെയ്യാം തമ്മിൽ. പാണ്ടാസും അത് തന്നെയാണ്. സോറി, എംപ്ലോയീസ്. ഓക്കെ, ഇവിടുന്നൊക്കെ ചെയ്തു. നമ്മൾ SQL കണക്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ കണക്ഷൻ സ്ട്രിംഗ് പറഞ്ഞു കൊടുക്കുന്നു. SQL ഡേറ്റ അഡാപ്റ്ററിനകത്ത് SQL കമാൻഡ് കണക്ഷൻ സ്ട്രിംഗും പറഞ്ഞു കൊടുക്കുന്നു. ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നു. ഡേറ്റ അഡാപ്റ്റർ ഡോട്ട് ഫിൽ മെത്തേഡ്, ഫിൽ മെത്തേഡിൽ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ഷൻ ഓപ്പൺ ചെയ്ത് ഡാറ്റ ഫിറ്റ് ചെയ്ത് കണക്ഷൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ടേബിൾസ് ആണ്, വിച്ച് ഇൻ ടേൺ ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ റോസ് ആൻഡ് ഡാറ്റ കോളംസ്. അപ്പോൾ നമ്മൾ ഫോർ ഈച്ച് വെച്ചിട്ട് ഓരോ ഡാറ്റ റോ ആയിട്ട് ഐട്രേറ്റ് ചെയ്ത് അത് ഷോ ചെയ്യും. ഹലോ, അതായത് ഇപ്പൊ ഡാറ്റ സെറ്റില് ഇപ്പൊ ടേബിൾസ് കളക്ഷനിൽ വരണുള്ളൂ അല്ലെ? അതെ അതെ അതെ. ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ് നല്ലൊരു പേര് പറഞ്ഞു കൊടുക്കാം ഡാറ്റ ടേബിളിന്. ഓക്കെ, അല്ല, ഇത് തന്നെ പാണ്ടാസിന്റെ ഞാൻ ഡാറ്റ സ്റ്റോപ്പ് ടേബിൾ. ചെയ്യാം. കോഡ് പിന്നെ ഞാൻ ഷെയർ ചെയ്യാം. അല്ല, അതിന്റെ ആവശ്യമില്ല. മറ്റേ ഷാൽവിന് ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് മറ്റേ അതിൽ തപ്പിയാൽ മതിയല്ലോ. ഏത് അല്ലെ, ഈ മറ്റേ ഒന്നൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ വെബില്. എന്ത് സെർച്ച് ചെയ്യാനാ? പാണ്ടാസിന്റെ ഡാറ്റ സെറ്റ്, പാണ്ടാസ് ഡാറ്റ സെറ്റില് അതിന്റെ ഡോക്യുമെന്റേഷൻ പേജ് പോയി കഴിഞ്ഞാൽ എല്ലാം കാണാം. പാണ്ടാസ് ഡാറ്റ ടേബിൾ, ഡോക്യുമെന്റേഷൻ, ഡാറ്റ ഫ്രെയിം, സോറി, ഡാറ്റ ഫ്രെയിം, ഡാറ്റ ഫ്രെയിം തന്നെ. അതില് കുറെ ഫങ്ഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ. ഇത് ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കുന്നു, അടിയുക, എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. അപ്പൊ പാൻഡാസിലെ ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ഡാറ്റ C# സെറ്റ് ആണ്. ഡാറ്റ സെറ്റ് ആണ്. ഓക്കെ, അതെ, അതിപ്പോ റിലേഷണൽ ഡാറ്റാബേസ് ആയിട്ട് ബന്ധമില്ലാന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പൈത്തൺ റെപ്പല്ലേ ടൈപ്പ് ഉണ്ടാവൂലേ? ടൈപ്പ് ഉണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഡോട്ട് ടൈപ്സ് ഒക്കെ കണ്ടോ. അത് ഇപ്പൊ അതിലിപ്പോ ശരിക്കും ഞാൻ പിപ്പ് ഇൻസ്റ്റാൾ വഴി ഒന്ന് പാൻഡാസ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
പിന്നെ ഡാറ്റ ഫ്രെയിമിൽ നിന്ന് വേറെ ഡാറ്റ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, സബ് ടേബിൾ ഒക്കെ. ഉം. എന്റെ സ്ട്രിങ്ങിന്റെ അണ്ടർസ്റ്റാൻഡിങ് അതാണ് കേട്ടോ സ്പാൻ്റെ കേസിൽ. അതായത് സ്ട്രിങ്ങിനെ കട്ട് ചെയ്തൊരു പീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉള്ള സ്ട്രിങ്ങിന്റെ റെഫറൻസ് പോലെ വരുള്ളൂ, കോപ്പി വരില്ല. അതായത് പുതിയ ഇതിൽ വരുമ്പോ അല്ല, അതായത് ഇപ്പൊ റീഡ് ഓൺലി സ്ട്രിങ് ആയിരിക്കണം അത്, അല്ലേ? അതെ അതെ. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ അല്ലെങ്കിൽ നമുക്ക് ജുപ്പിറ്റർ നോക്കാറുണ്ടോ? ഞാൻ അത്രയ്ക്ക് ഫെമിലിയർ അല്ല. പീറ്ററോ? ജുപ്പിറ്റർ ഫ്രെയിംവർക്ക്, ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. അതിന് അതെങ്ങനെ ചെയ്യുന്നത് അതൊന്ന് നോക്കട്ടെ. ജുപ്പിറ്റർ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കട്ടെ. മറ്റേ കുറെ ഫങ്ഷൻസ് ഉണ്ട് ഡാറ്റ ഫ്രെയിമിലെ. ആ കോഡ്സ്, ഡാറ്റ ഫ്രെയിം കോഡ് സ്നിപ്പെറ്റ്സ് എടുത്താൽ മതി. ഓക്കെ വന്നു. എക്സാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അതെ, W3 സ്കൂൾസിൽ ഡാറ്റ ഫ്രെയിംസിനെ കുറിച്ച് നല്ലൊരു ഇതുണ്ട്. ഇവിടുത്തെ ഡപ്പൽ തന്നെ ചെയ്ത് നോക്കിയാലോ? ഓ, റെപ്പലിനേക്കാളും നല്ല ഇത് തന്നെ ചെയ്ത് നോക്കാം. CSV ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. സോറി പൈത്തണിലേക്ക് പോയില്ല. ജേസൺ റീഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നടക്കത്തില്ല. ഇവിടെ തന്നെ PD ഡിഫൈൻ ചെയ്തല്ലോ, അത് ഇനീഷ്യലൈസ് ചെയ്യുന്ന കോഡ് മേളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പാണ്ടാസേ എടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളായിരുന്നല്ലേ? ഗെറ്റിംഗ് സ്റ്റാർട്ടഡിലോ എല്ലാം നോക്കിയാൽ സാർ അവിടെ ഉണ്ടാവും. അല്ലെ W3 സ്കൂൾസ് ഒന്ന് നോക്കിയാലോ? W3 സ്കൂൾസിലെ അല്ല, അതിൽ പക്ഷെ ഞാൻ പറഞ്ഞ നമുക്ക് അതില് എസെൻസിലെ ഞാൻ ഏതൊരു ഡോക്യുമെന്റേഷനില് ഈ പാണ്ടാസ് ക്വയറീസ് കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, നിങ്ങൾ അത് നോക്കുന്നത്. W3 സ്കൂൾസിലുണ്ട്. ഇമ്പോർട്ട് ഉണ്ടാവും. ഇമ്പോർട്ട് കൊടുത്തില്ല. വൺ ബൈ വൺ ആയിട്ട് എക്സിക്യൂട്ട്. അപ്പൊ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് തന്നെ പോവാം. അൾട്ടിമേറ്റ്ലി ഈ ഡ്യൂൽ മോണിറ്റർ ഉണ്ട് കേട്ടോ. ഇതല്ല, ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്തോട്ടെ, ഒന്നുകൂടെ എടുക്കാം. പാണ്ടാസ് ക്വയറി മോഡ്യൂളിലെല്ലാം ഉണ്ട് കേട്ടോ, ഫിൽട്ടർ ചെയ്യാനൊക്കെ. ഒരു ലിങ്ക് ആക്കി മാറ്റാട്ടോ അത്, അല്ലേ? എങ്ങനെ ലിങ്ക് ആക്കി മാറ്റാന്ന്? അത് ലിങ്കാണത്. പൈത്തൺ കോംപ്രിഹെൻഷൻസ് ഇൻഡെക്സും കൂടി വന്നാൽ മതി, ഞാൻ ഇട്ടുതരാം ഒരു പേജ്. ഓക്കെ ഓക്കെ, ഇതില് കിടപ്പുണ്ട്. ഞാനിപ്പോ ഒരു പേജ് ഇട്ടിട്ടുണ്ട് ഗീക്ക് ഫോർ ഗീക്സിൽ. ഒരു CSV ഫയൽ പറയണ്ടല്ലോ. CSV ഫയൽ ഉണ്ടാക്കട്ടെ. ആ CSV ഫയൽ പറയുന്നുണ്ടോ എല്ലായിടത്തും? അതല്ല ഷാൽവിൻ, അവിടെ തന്നെ ട്രൈ ചെയ്യാന്ന്, അതല്ലേ കുറച്ചുകൂടി നല്ലത്.
ഓക്കെ. ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള ഈ ഡോക്യുമെന്റേഷൻ തന്നെ നോക്കാം. അല്ലല്ല, ഇപ്പൊ W3 സ്കൂളിൽ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ട്രൈ ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. ട്രൈ ഓക്കെ. വേണമെങ്കിൽ നമുക്ക് അവിടെ മാറ്റാം. അതിൽ ക്വയറി ഞാൻ വേറെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, pandas.query മെത്തേഡ് ഗീക്ക് ഫോർ ഗീക്സ്. അതില് ലിങ്ക് മാതിരിയുള്ള സിൻഡെക്സ് ഒക്കെ ഉണ്ട്. അല്ല ഇപ്പൊ ഒരു ക്വിക്ക് സ്റ്റാർട്ടിനുള്ളതായില്ലല്ലോ. ഓക്കെ. അത് എക്സ്പ്രഷൻ പാർസർ ഉണ്ടല്ലോ ഇവർക്ക്. അതെ അത് ഞാൻ പറഞ്ഞേ. ഷാൽവിൻ ഇതൊന്ന് കാണിക്കാമോ? ഞാൻ രണ്ടാമത് ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗീക്ക് ഫോർ ഗീക്സിലെ. അതിന്റെ അടിയില് എക്സാമ്പിൾ നോക്കി അറിയാൻ പറ്റും. സോറി, അടിയിലോട്ട് പോയാൽ മതി, എക്സാമ്പിൾസ് നോക്കിയാൽ മതി. കണ്ടോ? അവിടെ CSV ഫയൽ പറയുന്നുണ്ട്. അല്ലല്ല, അതല്ല എക്സാമ്പിൾ. ഇവിടെ കണ്ടോ data.column ഒരു ലിങ്ക് മാതിരിയുള്ള സിൻഡെക്സ് കണ്ടോ? സീനിയർ മാനേജർ ഡബിൾ ഈക്വൽ ടു ട്രൂ. data.query ക്വയറി ചെയ്യാൻ പറ്റും. ശരിക്കും ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പിന്നെ അതിന്റെ അടിയിലുണ്ടെന്ന് തോന്നുന്നു വേറെ. അടിയിലൊരു വലിയ കുറേ എടുക്കാൻ പോട്ടെ. കണ്ടോ ഇത് കണ്ടോ? ഇവിടെ ലിങ്ക് മാതിരിയുള്ള സാധനം കണ്ടോ? ആൻഡ് ഒക്കെ കണ്ടോ? കോളം ഫോർമാറ്റ് ചെയ്യണം. മേളില് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട് അവര്. അല്ല അത് ഒബ്വിയസ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് ഒന്ന് കൊളാക്കും. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ? പണിയോ. ഇൻസേർട്ടും ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ശരിക്കും പറയുന്നത് ഡൈനാമിക് ടേബിൾ. പക്ഷെ ഡാറ്റ സെറ്റിൽ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ തോന്നല്ലേ? നമ്മൾ എന്നിട്ട് തിരിച്ച് മറ്റേ ഡാറ്റ സെറ്റിൽ ഇൻസേർട്ട് ചെയ്യാം. അല്ല, അപ്പൊ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഡാറ്റ വിളിച്ചാൽ മതി. തിരിച്ചല്ലോ ഡാറ്റ വിസിബിൾ. അതെ. സാർ സാറ് ലിങ്ക് വെച്ചിട്ട് ഇത് മോഡൽ ചെയ്യാൻ പറ്റുമോ നോക്കണോ? ഇതിപ്പോ ഒരുതരം ലിങ്ക് ആണത്. കോംപ്രിഹെൻഷൻ സിൻഡെക്സും ഈ സാധനം കൂടി വന്നു കഴിഞ്ഞാൽ. അല്ല ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പോ ഡാറ്റ സെറ്റ് എന്താണെന്ന്, അല്ല പാണ്ടാസ് എന്താന്നുള്ളത് പഠിക്കാൻ ഏറ്റവും ഫാസ്റ്റ് അതല്ലേ? ആൾറെഡി അറിയാവുന്ന ഒരു സാധനമായിട്ട് മാപ്പ് ചെയ്യാം. ഇതില് ആ സ്പേസ് റീപ്ലേസ് ചെയ്യണ സംഭവം പറഞ്ഞല്ലോ, ബ്ലാങ്ക് അണ്ടർസ്കോർ വെച്ച് റീപ്ലേസ് ചെയ്യണത്. അതിന്റെ എന്താ റിലവൻസ് ഉള്ളത്? പാർസി നമ്മള് ലെക്സറും പാർസറും കാണിച്ചത് ഓർമ്മയുണ്ടോ? അതെ. അപ്പൊ വൈറ്റ് സ്പേസ് വരുമ്പോ പ്രശ്നമാണ് അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്. വൈറ്റ് സ്പേസ് വരുമ്പോ നമ്മൾ അത് നോർമലി സ്കിപ്പ് ചെയ്യാറാ പതിവ് പാർസറിൽ. അപ്പൊ അതിനെ അപ്പൊ അതായത് ഒരു ഐഡന്റിഫയർ ആയിട്ട്, ഒരു സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിനെ സെമാന്റിക്കലി ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. സീനിയർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒറ്റ കൺസ്ട്രക്റ്റാ, അല്ലെങ്കിൽ ഒറ്റ വേരിയബിളാ. അതിനപ്പോ വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത് മെസ്സപ്പ് ചെയ്യും. _, ഇട്ട് ഒപ്പിക്കുന്നത്. അതായത് അവരുദ്ദേശിക്കുന്നത് അതൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് റിയൽ ലൈഫിൽ അതിന്റെ ആവശ്യമുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ. ഡാറ്റ ഫ്രെയിം ആസ് യൂഷ്വൽ CSV എന്ന് റീഡ് ചെയ്യുന്നു, കോളം ഫോർമാറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ data.columns = column.replace ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ക്വയറി ചെയ്യുന്നു. ഓക്കെ. മനസ്സിലായി. ഞാൻ സെയിം SQL കണ്ടിട്ടുണ്ട്. SQL കോളത്തിന്റെ പേരിൽ സ്പേസ് ഉണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലല്ല, ഇപ്പൊ ബേസിക്കലി ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ക്വയറിന്ന് ക്വയറി കുറച്ച് ഉണ്ടാക്കുക, ലിങ്ക് ആയിട്ട് മാപ്പ് ചെയ്യുക, പിന്നെ ഡാറ്റ സെറ്റിന്റെ ഇത് കഴിഞ്ഞാൽ ആർക്കും ഡാറ്റ സെറ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ല, പൈത്തണിലെ കോംപ്രിഹെൻഷൻ സിൻഡെക്സ് ഒരു സെമി ലിങ്ക് ആണ്, സൂക്ഷിച്ചു നോക്കിയാ. പിന്നെ പൈത്തണിലെ മെറ്റാ പ്രോഗ്രാമിംഗ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ വേറെ ഗൂഗിൾ OR ടൂളിന്റെ ഇത് കാണിച്ചു തരാം. ഞാനൊരു ലിങ്ക് ഞാനിപ്പോ
ജോയ്ക്കൊന്ന് ഷെയർ ചെയ്യാമോ ലിങ്ക് സൂമിന്റെ അമൽലാൽ? ആ ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്യട്ടെ? അയച്ചിട്ടുണ്ട്. ആ അപ്പൊ ശരത്തൊന്ന് പറയാമോ മറ്റേ എവല്യൂഷൻ ഓഫ് മെഷീൻ ലേണിംഗ്? അല്ല, ഞാൻ വേണമെങ്കിൽ ഞാൻ പണ്ട് ഞാൻ എടുത്ത ഒരു പ്രസന്റേഷൻ അല്ലേ സാറേ, ഞാൻ അതിന്റെ ഒരു സമ്മറി പറയാം. അങ്ങനെയാണെങ്കിൽ അതായത് ഉം. ലീനിയർ ഓക്കെ. എന്താണ് സാർ കേട്ടില്ല, മനസ്സിലായില്ല. പറഞ്ഞോ നിങ്ങൾ ആ ലീനിയർ റിഗ്രഷൻ എടുത്തല്ലോ നമ്മുടെ മുണ്ടനൊക്കെ വന്ന ദിവസം. ആ അതെ അതെ, അല്ല ലീനിയർ റിഗ്രഷൻ വരെ പോകുന്നില്ല, ജസ്റ്റ് ഓക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഓക്കെ. പറ്റും. അല്ല അതിനു മുമ്പേ ഈ ഇതിന്റെ എവല്യൂഷനാണ് പുള്ളി ചോദിക്കണേ. അല്ല, എവല്യൂഷൻ പറയുന്നതിന് മുന്നേ എന്താണെന്ന് അറിയണ്ടേ, എന്തിനാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത്? ഓക്കെ. അത് സാറ് പറയണമെങ്കിൽ പറഞ്ഞോ, എനിക്കിത് അല്ലല്ല, കിട്ടുന്നില്ല. നിങ്ങള് ആദ്യം ഒരു ഡെമോ കാണിക്കാം, എന്നിട്ട് ഞാൻ കുറച്ച് എവല്യൂഷൻ പറയാം. പക്ഷെ അതിന് മുമ്പ് കോണ്ടെക്സ്റ്റ് വേണമല്ലോ, ലൈക്ക് യു സെഡ്. ഒരു സെക്കൻഡ് ഇത് പിന്നെ ഇപ്പൊ പാണ്ടാസ് ഒരു ഡീറ്റെയിൽ സെഷൻ എടുക്കുക, അതിന്റെ എല്ലാ സാധനങ്ങളും നോക്കി. പിന്നെ നോക്കിയിട്ട് എടുക്കണം. അത് ചെയ്യാം. അല്ല ഇപ്പൊ എന്താ അറിയാമോ, ഒരാഴ്ച സേവ് ചെയ്ത് കിട്ടിയില്ലേ? അതെ ആണ്. അല്ല അത് ഡോട്ട് നെറ്റിൽ മിക്ക സാധനം ഉണ്ട്. നമ്മൾ ജാവയും മറ്റേതൊക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു പോയാ. ഇല്ല കാണാമോ? കാണാം. ഇതെവിടെ എടുത്താ? ഇത് അത് തന്നെ, മറ്റേ അന്ന് അടിയുണ്ടായ ദിവസം. നിങ്ങള് അത് നിങ്ങളുടെ മറ്റേ എന്താ പറയാ, മെഷീൻ ലേണിംഗ് ഇൻപുട്ട് ചെയ്യുന്ന ഔട്ട്പുട്ടിന് വരെ തിരിച്ചാണെന്നുള്ളത് കാണിക്കുന്നത് അല്ലെ? അതെ. അല്ല അത് ഒന്നും നമുക്ക് സീറോ എന്താ പറയാ, അതായത് ഷൻ സാർ ഇത് കുഴപ്പമില്ലല്ലോ, അതായത് പ്രോഗ്രാമിംഗിൽ നിന്ന് എങ്ങനെ അപ്പുറത്തോട്ട് പോകുന്നുള്ളത് എത്തും നമ്മളിതില്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിംഗിൽ നമ്മൾ ചെയ്യണം എന്താ, ഇൻപുട്ട് ഉണ്ട്, വെറുതെ എഴുതും, ജനറേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരെങ്കിലും ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വിച്ച് ടേക്സ് യു ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്, എന്നിട്ട് അതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. എന്നാണ് നമ്മള് ബുക്കിൽ പഠിച്ചതാണ് അല്ലെ? അതെ. അപ്പൊ അൺആംബിഗ്യസ് സ്പെസിഫിക്കേഷൻ ആയിരിക്കും, ആംബിഗ്യൂറ്റി പാടില്ല. ആംബിഗ്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കോഡിൽ എൻകോഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആംബിഗ്യൂറ്റിനെ ചെയ്യണം പ്രത്യേക പ്രോബിളിസ്റ്റിക് ആയിട്ടൊക്കെ. പറഞ്ഞോ. അല്ല അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് പ്രൊസീജിയർ ഉണ്ട്, സെറ്റ് ഓഫ് അല്ലെ, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലെ, ഒരു അൽഗോരിതം ഇൻ ദ നോർമൽ സെൻസ്. അതെ. അപ്പൊ ഇതിനെ നമ്മൾ ഫിലോസഫിക്കലി നോക്കുവാണെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് വേണമെങ്കിൽ കാണാം. അതായത് നമ്മൾ അൽഗോരിതം എടുക്കുമ്പോൾ ജനറൽ ലോ ആണ് അവിടെ എൻകോഡ് ചെയ്യണേ, അപ്പൊ അതിൽ നിന്ന് ഡിഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അൽഗോരിതം അറിയില്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ? അൽഗോരിതം അറിഞ്ഞുകൂടെങ്കിൽ നോർമൽ സെൻസിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റൂല. ഇല്ല, കാരണം പ്രോഗ്രാമിംഗ് ബൈ ഡെഫിനിഷൻ അൽഗോരിതം എൻകോഡ് ചെയ്യലാണ്. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു സാധനം പട്ടിയാണോ പൂച്ചയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ അൽഗോരിതം വെച്ച്, പറ്റുമോ? അത് നമുക്ക് അൽഗോരിതം അറിയാത്തോണ്ടാണ്. അവിടെ അൽഗോരിതം ഉണ്ട്, പക്ഷെ അൽഗോരിതം നമുക്കറിയില്ല, സോ ദാറ്റ് നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാത്തതാണോ
ഈ മനുഷ്യരുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങില് അൽഗോറിതമൈസബിൾ അല്ലാത്ത എലമെന്റ്സ് ഉള്ളത് കൊണ്ടാണോ? അതായത് നമ്മുടെ പെർസെപ്റ്റീവ് റെൽമില് അത് നമുക്കത് ചെയ്യാൻ പറ്റില്ലാന്ന്, എൻകോഡ് ചെയ്യാൻ പറ്റില്ലാന്ന്. ആ പക്ഷേ അല്ല ഇപ്പൊ നമുക്ക് മെറ്റാ ഇൻ റിയാലിറ്റി നമുക്ക് ഇപ്പൊ ഹ്യൂമൻസ് എന്നുള്ള നമ്മുടെ സ്പീഷീസിന്റെ അടുത്ത് മാറ്റുവാണെങ്കിൽ ഇൻ റിയാലിറ്റിയിൽ അൽഗോരിതം ഉണ്ട്. സ്പീഷീസിന് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ, ഡീകോഡ് ആൻഡ് എൻകോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സാർ ചോദിക്കുന്നത്. ഞാൻ അത്രയും അല്ല അത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് പട്ടീനെയും പച്ചനെയും കണ്ടറിയാം. എനിക്കത് പക്ഷെ അതേ എനിക്ക് പട്ടീനെയും പൂച്ചയും കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം ഉണ്ടാക്കാം. അതെ അതെ അതെ. അതെനിക്ക് മാത്രമല്ല മറ്റേ ജെഫ്രി ഹിൻറ്റണും അതായത് നിങ്ങൾ പറഞ്ഞ ചിലപ്പോ പട്ടിക്ക് പറ്റുമെന്നോ എന്താക്കാൻ അങ്ങനല്ല, വേറെ ഒരു ഇപ്പൊ ഹ്യൂമൻസ് വേറെ രീതിയിൽ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓക്കെ ഇപ്പോഴത്തെ പറ്റില്ല. ഇപ്പൊ നമുക്ക് പറ്റില്ല. അപ്പോ അവിടെയാണ് നമ്മള് ലേണിംഗ് അൽഗോരിതംസ് വരുന്നത്, മെഷീൻ ലേണിംഗ് വരുന്നത്. അപ്പൊ സാറിന് മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷനെ പറ്റി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു. അയ്യോ അതൊന്നും ആഡ് ചെയ്യണ്ട, വെറുതെ അല്ല ഇപ്പൊ പറഞ്ഞുള്ളൂ. അതായത് ഇപ്പൊ ഡാറ്റയിൽ നിന്ന് ലേണിംഗ് അൽഗോരിതം വെച്ച് അൽഗോരിതം കണ്ടുപിടിക്കും ആണോ? അതെ അതെ. അപ്പൊ ഈ പട്ടീനെ പൂച്ചനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റില് നമുക്ക് ഇൻപുട്ട് അറിയാം. അതായത് ഇമേജ് ഡാറ്റയാണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് നമുക്കറിയാം, ഒരു കാറ്റഗറിയിലെ ഒരു മെമ്പർ ആണ്. അതായത് ഇപ്പോ പട്ടി, നോട്ട് പട്ടി എന്നിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പട്ടി ഓർ പൂച്ച. അല്ല അത് മറ്റേ ഹോട്ട് ഡോഗ് നോട്ട് ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ കോമഡി ഉണ്ടായി, ഞാൻ വേണമെങ്കിൽ പിന്നെ അയച്ചുതരാം. ഓക്കെ. അപ്പോൾ ഒരു ലേണിംഗ് അൽഗോരിതം വെച്ചിട്ട് നമുക്ക് അൽഗോരിതം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടുത്തെ എസെൻഷ്യൽ ഐഡിയ. യൂസിങ് ദിസ് അൽഗോരിതം നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ പോസിബിൾ ആ. ഷാൽവിൻ ഒന്നും റെസ്പോണ്ട് ചെയ്യണില്ല. എല്ലാ ചോദ്യം ചോദിച്ചോളൂ. അപ്പൊ അങ്ങേരെ ഇങ്ങനെ പോകുമല്ലെങ്കിൽ അല്ലെ നല്ല വാല്യൂ ഉണ്ട് ഈസിലായിട്ടില്ലേ മോളി പോയേ അങ്ങനെ വെറുതെ ഒറ്റയടിക്ക് പോയല്ലേ? ഇല്ല ഞാൻ സ്ക്രോൾ ചെയ്ത് വെറുതെ പോയതാ. ഷാൽവിൻ സാറേ പറഞ്ഞോ. പറഞ്ഞോ സ്ഥലത്ത് പോയാ? അല്ല ഇതാണ് നേരത്തെ ഷാൽ സാറായിട്ട് ഡിസ്കസ് ചെയ്തത് നമ്മൾ കോൾ സെറ്റ് ചെയ്യണതിന് മുന്നേ. അപ്പോ സാറിന് ആ ഒരു കോണ്ടെക്സ്റ്റ് പിടിയിട്ടില്ല, നമ്മൾ എപ്പോഴാണ് മെഷീൻ ലേണിംഗിലോട്ട് പോകുന്നതെന്നുള്ള. അൽഗോരിതം കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ അൽഗോരിതം ട്രാക്റ്റബിൾ അല്ല, അതായത് സമയത്തിന് ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് 5 മിനിറ്റിനുള്ള ഔട്ട്പുട്ട് വേണം. 5 മണിക്കൂർ എടുക്കുമെങ്കിൽ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ചിലപ്പോൾ അതിലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യും. അപ്പൊ ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പൊ അതെ. അല്ല ഇതില് ഇൻഡക്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യാം. അതായത് ഓക്കെ, അത് നമ്മൾ നേരത്തെ നമ്മൾ അൽഗോരിതം ഹ്യൂമൻസ് എൻകോഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മളതൊരു ജനറൽ ലോ ആണ് അവിടെ എൻകോഡ് ചെയ്യണേ. ഹലോ കേൾക്കാമോ? അല്ല ഇൻഡക്ഷനെ എനിക്ക് കേൾക്കാം. അല്ല അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മള് അൽഗോരിതം നമ്മൾ എൻകോഡ് ചെയ്യുമ്പോ പറഞ്ഞോ കട്ടായി പോണ്ടോ? ഹലോ, എനിക്ക് കേൾക്കാം. ഞാൻ വെയിറ്റ് ചെയ്താണ്. എനിക്ക് കേൾക്കാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാരും വെയിറ്റ് ചെയ്യണം. ഇതാണ് ലൈവ് ലോക്കാണിത്. അവിടെ കോൺഫ്ലിക്റ്റ് ആയി. പിന്നെ വേറെ സെഷൻ വെക്കാം അതിന്. നിങ്ങൾ പറയണത് നോർമൽ പ്രോഗ്രാമിംഗ് ഡിഡക്ഷൻ ആണ്, മെഷീൻ ലേണിംഗ് ഇൻഡക്ഷൻ ആണ് പറയാൻ നോക്കുകയാണെന്നാണ് അടിയിൽ മനസ്സിലായത്. അതിന്റെ അടിയിൽ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ കണ്ടത്. അപ്പൊ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അല്ല ഞാൻ ഇൻഡക്ഷൻ ആണെന്നാണ് അന്തകാലത്ത് വിചാരിച്ചത്. സാറാണ് ഹൈപ്പോത്തറ്റിക്കലിന് കറക്റ്റ് ചെയ്തു വന്നത്. അബ്ഡക്ഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ല ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലാലിന് ഇൻഡക്ഷന്റെ അർത്ഥം മനസ്സിലായ നമ്മ സംസാരിച്ചിട്ടുണ്ട്. ലാലെ? നമ്മ സംസാരിച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ, റിഡക്ഷൻ, അബ്ഡക്ഷൻ. അല്ല, ഇവിടെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയി ഒരു കാക്കയെ കണ്ടു, അത് കറുത്തിരിക്കണം. വേറെ സ്ഥലത്ത് പോയപ്പോ കാക്കയെ കണ്ടു, അങ്ങനെ ഒരു 7 സ്ഥലത്ത് പോയപ്പോ കാക്ക കറുത്തിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ആൾ ക്രോസ് ആർ ബ്ലാക്ക്. അപ്പൊ ഡെൻമാർക്കില് ഞങ്ങള് ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ ഒരു കാക്കമാരി ഇരിക്കണ പക്ഷി. അപ്പൊ ഇത്തിരി വെളുത്തിരിക്കണം. അപ്പൊ ഒരു രാജു രാഘവൻ എന്ന് പറഞ്ഞ പുള്ളി പറയണേ അത് സായിപ്പിന്റെ കാക്കയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ കാക്കയും കറുത്താണെന്നുള്ളത് സായിപ്പിന്റെ കാക്കയെ കണ്ടപ്പോ തെറ്റിയോ? അപ്പോ ജനറലൈസേഷൻ എറർ എന്ന് പറയും. അതായത് എല്ലാ അരണ്യങ്ങളും വെളുത്താണെന്നാണ് വിചാരിച്ചത്. 1837 ബ്ലാക്ക് സ്വാൻ. അതേമാതിരി സ്പെസിഫിക് ഇൻസ്റ്റൻസിൽ നിന്ന് ജനറലൈസ് ചെയ്യുമ്പോ അറ്റ് ടൈംസ് നമുക്ക് എറർ വരാം. ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ ഇൻഡക്റ്റീവ് പോസിബിലിറ്റി ഉണ്ട്. ഹൈപ്പോത്തസിസുകൾ ഉണ്ടാക്കും, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഇത് ചെയ്യും. അപ്പൊ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, ചത്തത് പുലിയെങ്കിൽ കൊന്നത് മുരുകൻ തന്നെ. ഇഫ് സംബഡി ഹാസ് സോൾവ്ഡ് ബ്രാക്കിസ്റ്റോക്രോം പ്രോബ്ലം ഇറ്റ് ought to be ന്യൂട്ടൺ. അതായത് ഈ ബ്രാക്കിസ്റ്റോക്രോം പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ബെർണൂലി ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു അനോണിമസ് ആളാണ് സോൾവ് ചെയ്തത് അല്ലേ? അപ്പൊ ബെർണൂലി പറഞ്ഞു യൂറോപ്പിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്ടൺ ആയിരിക്കും. ന്യൂട്ടൺ ആയിരുന്നു. അപ്പൊ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, ചത്തത് പുലിയെങ്കിൽ കൊന്നത് മുരുകൻ തന്നെ. ഈ ബ്രാക്കിസ്റ്റോക്രോം ഒക്കെ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ അഥവാ അഭ്യൂഹനം എന്നാണ് ഞാൻ വിളിക്കണേ, അല്ലെങ്കിൽ പരികൽപ്പനാത്മക ആഗമനം ആണ് മെഷീൻ ലേണിംഗ്. അപ്പൊ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all men are mortal, Socrates is a man, therefore Socrates is mortal എന്ന് പറഞ്ഞ മാതിരി. മറ്റേ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5-6 സൈറ്റിങ് അല്ലെങ്കിൽ 10 സൈറ്റിങ് അടുപ്പിച്ച് ഒരേ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ അതൊരു ജനറൽ പ്രോപ്പർട്ടി ആണെന്ന് പറയുന്ന ജനറലൈസേഷനാണ്. അപ്പൊ അതിനെ സാമാന്യവൽക്കരണം എന്ന് പറയാം. പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഭ്യൂഹനം എന്നാണ് ഞാൻ അല്ലെങ്കിൽ പരികൽപ്പനാത്മക ആഗമനം. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ആഗമനമാണ്. അപ്പൊ അതാണ് പറയുന്നത്. അതെ, അവിടെ ഉണ്ടല്ലോ ബ്ലാക്ക് സ്വാൻ. അപ്പൊ ഒരു ബുക്ക് ഉണ്ട് നിക്കോളാസ് നസീം തലേബിന്റെ. ശരത്ത് ഒന്ന് സെർച്ച് ചെയ്യാവോ അത്? ബ്ലാക്ക് സ്വാൻ. ഈ ബുക്ക് മാത്രമല്ല കേട്ടോ, അല്ല ഇയാളുടെ എല്ലാ ബുക്കും നല്ല കേട്ടോ. സ്കിൻ ഇൻ ദ ഗെയിം ഒക്കെ ഉണ്ട്. ഫോൾഡ് ബൈ റാൻഡംനെസ് ആണ് ഇയാളുടെ മോസ്റ്റ് ഫേമസ് ബുക്ക്. ഇയാള് ഫിനാൻഷ്യൽ സർവീസസിൽ വർക്ക് ചെയ്യുന്ന ആളാ. സ്കിൻ ഇൻ ദ ഗെയിം നല്ല ബുക്ക് കേട്ടോ. അതായത് സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഒരു ബിസിനസ്സിലെ ലാല് നല്ലൊരു പ്രോഗ്രാമറാ. ലാൽ ഒരാളെ ഇപ്പൊ ചോയ്സിന്റെ മുതലാളി ലാലിനെ ബിസിനസ്സിൽ വിടുമ്പേ കുറച്ച് പൈസ ലാലിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. ഇല്ലെങ്കിൽ ദുരിജന ലാല് ഇറങ്ങിപ്പോ എന്ത് ചെയ്യും? അപ്പൊ ലാലിന്റെ സ്കിൻ ഗെയിമിൽ വേണം. അതാണ് ഇതിന്റെ കാര്യം. ഇനി നമ്മള് എങ്ങനെയാണ് അൽഗോരിതം ലേൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഈ ഹൈപ്പോത്തസിസ് ഫംഗ്ഷൻ, പക്ഷെ അതിപ്പോ കാണിക്കാൻ കോഡ് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ജസ്റ്റ് ഈ സ്ലൈഡ് കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. Can we learn anything? പല ടൈപ്പ് ലേണിംഗ് അൽഗോരിതംസ് ആണ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതിൽ ഔട്ട്പുട്ട് റിയൽ വാല്യൂഡ് ആകുമ്പോൾ റിഗ്രഷൻ ബേസ്ഡ് ഇത് വരും. ബാക്കി നമുക്ക് ക്ലാസിഫിക്കേഷൻ കാറ്റഗറിക്കൽ ആണെങ്കിൽ ഇപ്പോൾ ഡിസിഷൻ ട്രീ മറ്റേ യൂസ് ചെയ്യാം, പക്ഷേ കാറ്റഗറിക്കൽ ഇതിനാണ് യൂസ് ചെയ്യാറ്. അല്ല, പക്ഷെ ഡിസിഷൻ ട്രീ എന്നുള്ളതേ ഡിസിഷൻ ട്രീ ക്ലാസിഫയറും ഉണ്ട്, ഡിസിഷൻ ട്രീ റിഗ്രസറും ഉണ്ട്. റിഗ്രസർ ന്യൂമറിക്കൽ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടാണ് അവിടെയും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഒരു ലെവലാണ് കണ്ടിന്യൂസ് പറ്റൂല്ലോ, കാരണം ബ്രാഞ്ച് വന്ന് മുടിക്കും.
അതെ അതെ അതെ. ആ ഇത്രേ ഉള്ളൂ ഇത്. അപ്പൊ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസിലോട്ട് പോകണ്ടല്ലോ, അതൊരു ഈ ഫണ്ടമെന്റൽ ഡിഫറൻസ് മാത്രം കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. അതെ, ഞാൻ മറ്റേ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഹിസ്റ്ററി ഒക്കെ പറയാട്ടോ സാർ ഇപ്പൊ. അല്ല സാറ് ആ. പറഞ്ഞു. അല്ല, അപ്പൊ ആദ്യം തന്നെ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് മെഷീൻ ലേണിംഗിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അർദർ സാമുവൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ചെറുത്തെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവോ? അപ്പൊ പിന്നെ അതില് ശരി, സെക്കൻഡ്. അർദർ സാമുവൽ അയാളുടെ മെഷീൻ ലേണിംഗ് ഡെഫിനേഷൻ കൂടി എടുത്തോ. അത് തന്നെ. അതെന്റെ അടുത്ത് ഉണ്ടോ? ഇല്ല, ടോം മിച്ചലിന്റെ ആണ്. ടോമിച്ചലിന്റെ നമുക്ക് അതെന്തായാലും നന്നായി അത് അവിടെ ഉള്ളത്. അർദർ സാമുവലിന്റെ എടുത്തേ. അതെ, ഇതാണ് ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗീവ്സ് കമ്പ്യൂട്ടേഴ്സ് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. കണ്ടോ അല്ലേ? അതെ. അതായത് നമ്മള് നോർമൽ അൽഗോരിതം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മള് കൈകൊണ്ട് മറ്റേ അൽഗോരിതം ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യണേ, സീരീസ് ഓഫ് ഇഫ് ദെൻ റൂൾ ആയിട്ട്. എന്ന സ്ഥാനത്ത് അതിന് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. അപ്പോ എനിത്തിങ് വിച്ച് യു ഡോണ്ട് പ്രോഗ്രാം യെറ്റ് യു ആർ ഏബിൾ ടു ഡു സംതിങ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് വന്നാൽ അത് മെഷീൻ ലേണിംഗ് ആണ്. ഇപ്പൊ ഡാറ്റയിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ മാത്തമാറ്റിക്സിൽ ഫംഗ്ഷൻ ഫിറ്റിംഗ് എന്ന് പറയും. അതാണ് അവിടെ നടക്കുന്നത്. നമുക്ക് അതിലോട്ട് പിന്നെ വരാം. അപ്പൊ ഇതാണ് ഒരു ഇങ്ങേരാണ് അർദർ സാമുവൽ ആണ്. അയാളൊരു ചെക്കർ പ്രോഗ്രാം എഴുതി. ഒരു ചെക്കർ, ചെസ്, ഗോ എന്ന് പറഞ്ഞ ഇന്നാള് ഇത് ചെയ്ത്. അപ്പൊ ചെക്കർ പെട്ടെന്ന് വേൾഡ് ലെവൽ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തു. ചെസ് ഒരു 1995 ഒക്കെ ആയപ്പോ ബീറ്റ് ചെയ്ത് തുടങ്ങി. ഗോ 2015 ബീറ്റ് ചെയ്തു. ഇത് മൂന്നും മെഷീൻ ലേണിംഗിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാലേ ആദ്യകാലത്ത് ചെസ് മെഷീൻ ലേണിംഗ് ആയിരുന്നില്ല, ഹ്യൂറിസ്റ്റിക്സ് വെച്ചായിരുന്നു. റൂള് തന്നെയായിരുന്നു. പക്ഷേ 2015 റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, അതായത് ഡീപ്പ് ലേണിംഗും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് തമ്മിലൊരു കോമ്പിനേഷൻ വെച്ചിട്ട് മറ്റേ ആൽഫ മൈൻഡ് എന്നുള്ള ഒരു ബ്രിട്ടീഷ് കമ്പനി വേൾഡ് ചാമ്പ്യൻ ലീ സിഡോഫ്, ഒന്ന് നോക്കാവോ? മറ്റേ 2016 വേൾഡ് ചാമ്പ്യൻ അടിച്ചില്ലേ ചെറുത്തെ? ലീ സിഡോഫ് ആണ്. എന്താണ് ഒരു ലീ സിഡോഫ് ആൽഫാഗോ അങ്ങനല്ലേ? ആ ഫുൾ മാച്ച് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ആൽഫാഗോ ചാമ്പ്യൻ ഫാൻ ഹോയി ഏതാ? 2017 ഇത് ഫസ്റ്റ് ബീറ്റ് ചെയ്തേക്കുന്ന ഫാൻ ഹോയി തന്നെയാണ്. അല്ലല്ല, ഒരു ലീ സീഡോളാന്ന് തോന്നുന്നു. അതന്നെ, ലീ സീഡോൾ. അയാള് അതിന്റെ വീഡിയോ ഉണ്ട്, മനസ്സിലായില്ലേ? ഇതാണ് ഗോ. ഇത് പക്ഷെ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് കൂടി ചേർന്നതാണ് പൊട്ടിയ. ഈ ഗോ പൊട്ടിച്ചതെന്ന് വെച്ചാൽ അതിനു മുമ്പൊക്കെ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്ത് നോക്കി. അപ്പൊ കോമ്പിനേറ്റോറിയൽ എക്സ്പ്ലോഷൻ വന്നു കഴിഞ്ഞപ്പോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെച്ചിട്ട് കുറെ ഗോ മൂവ്സ് ഇങ്ങനെ ഫീഡ് ചെയ്തപ്പോ വേൾഡ് ചാമ്പ്യൻ അടിച്ചു. ഇപ്പൊ ചെസ് റൂള് പോലെ അറിഞ്ഞൂടാ മറ്റേ കമ്പ്യൂട്ടറിന്. വെറുതെ കുറെ ചെസ് പൊസിഷൻസ് ഫീഡ് ചെയ്ത് അത് തന്നെ ചെസ് പൊസിഷൻ ജനറേറ്റ് ചെയ്ത് 4 മണിക്കൂർ കൊണ്ടൊക്കെ വേൾഡ് ചാമ്പ്യൻ ആവും. അതാണ് അതിന്റെ ഗെയിം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇതില് മെഷീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്തിട്ടാണ് അത് ലേൺ ചെയ്തതെന്ന് പറയണേ. അതെ, ഇപ്പൊ തന്നെ പ്ലേ ചെയ്യും അത്. അതായത് എയും ബിയും ആയിട്ട് നിന്നുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് ചെക്കർ തോപ്പിച്ചത്, എങ്ങനെയാണ് ചെസ് തോപ്പിച്ചത്? ചെസ് 2 രീതിയിൽ തോപ്പിച്ചു. ആദ്യം ഹ്യൂറിസ്റ്റിക്സ് വെച്ച് തോപ്പിച്ചു. അതായത് 2 ഇനിഷ്യേറ്റീവാണ് ചെസ്സിലുണ്ടായത്. ഒന്ന് 1989 ഡീപ്പ് തോട്ട്. ഒന്ന് അടിച്ചു നോക്കിയ ഡീപ്പ് തോട്ട് THOUGAT. ചെസ് കമ്പ്യൂട്ടർ. അത് 1989 കമ്പ്യൂട്ടറാണ്. അപ്പൊ ഇതിലൊരു ഒരു ചെറിയാൻ നായർ എന്നൊക്കെ കേട്ടില്ല? അതേമാതിരി തോമസ് അനന്തരാമൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഈ തോമസ് അനന്തരാമൻ ഒരു
ഒരു അനന്തരാമൻ എന്നൊരു വേദിക് സ്കോളർ ഉണ്ട്, ഒരു വലിയ മെറ്റലർജിസ്റ്റ് ആണ്. അയാളുടെ മോന ക്രിസ്ത്യൻ അല്ല പുള്ളി, ഇവരുടെ അമ്മ മദാമയാണ്. അപ്പൊ ഈ ഇയാള് വലിയൊരു ഇതാണ്. പിന്നെ അയാളുടെ ഫാദർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറൊക്കെയാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് നോട്ട് ചെയ്യാൻ കാരണം 1989. അപ്പൊ ഡീപ് തോട്ടാണ് ഫസ്റ്റ്. പിന്നെ ഡീപ് ബ്ലൂ ഇറങ്ങി 1997. ഡീപ് ബ്ലൂ ഡീപ് അത് അല്ല, ഡീപ് ബ്ലൂ എടുത്ത് നോക്കിയാ ഡീപ് ബ്ലൂ ഭയങ്കര ഇമ്പോർട്ടന്റാ. അപ്പൊ ഈ ഡീപ് ബ്ലൂ കാസ്പ്രോവിനെ പറ്റിച്ചു എന്നാ പറയണേ. അതായത് ഒരു ഹ്യൂമൻ ട്രോജനായിട്ട് കളിച്ചിട്ടാ തോപ്പിച്ചെന്നുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. കാസ്പ്രോവ് തോറ്റു ഡീപ് ബ്ലൂവിന് അടുത്ത് 96. ഇത് പക്ഷെ ഭയങ്കര, മറ്റേത് എലീറ്റ് സർക്കിളിൽ അറിഞ്ഞോളൂ, അന്ന് ഞാൻ പ്രോഗ്രാമിംഗ് പോലും ചെയ്യണില്ല. പക്ഷെ ഇത് എന്താ പറയാ, എല്ലാവരും അത് ഭയങ്കര ന്യൂസ് ആയതാണ് ഡീപ് ബ്ലൂ. പക്ഷെ ഡീപ് തോട്ടും ഡീപ് ബ്ലൂവും ഹാർഡ്വെയർ ആക്സിലറേഷൻ വെച്ചാൽ തോപ്പിച്ചേ. ഒരു സാധാരണ പ്രോഗ്രാം തന്നെയാണ്, ഹ്യൂറിസ്റ്റിക്സ് വെച്ചാൽ തോപ്പിച്ചേ. അപ്പൊ അത് മെഷീൻ ലേണിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഗോയിനെ തോപ്പിച്ചപ്പോ ഇപ്പോഴത്തെ ചെസ് എഞ്ചിൻസ് ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നില്ല. കിട്ടിയോ? ആൾക്കാർ റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് അതിന്റെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടിയോ ഞാൻ പറഞ്ഞതിന്റെ പൊരുള്? ഷാർവിൻ, ഓക്കെ. അപ്പോ ഈ മെഷീൻ ലേണിംഗില് 5 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് മെഷീൻ ലേണിംഗില്. മറ്റേ മാസ്റ്റർ അൽഗോരിതം എന്നുള്ള ബുക്ക് എടുത്തേ, വെറുതെ മാസ്റ്റർ അൽഗോരിതം. ഈ ബുക്ക് വാങ്ങിക്കരുത്. ഞാൻ കാരണം ഒരു 100ഓളം പേര് വാങ്ങിച്ചിട്ടുണ്ട് ഈ ബുക്ക്. അപ്പൊ ഈ ബുക്ക് പറയണത് എന്താ വെച്ചാല് 5 ട്രൈബ് ഓഫ് മെഷീൻ ലേണിംഗ് ഉണ്ടെന്നാ. നിങ്ങൾ വെറുതെ 5 ട്രൈബ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അടിച്ച് ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, 2 ടോക്ക് ഉണ്ട്. 5 ട്രൈബ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. പെഡ്രോ ഡൊമിംഗോസ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലെ ഒരു പ്രൊഫസറാണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തത്. അത് ഇങ്ങനെ ഗൂഗിൾ റിസർച്ചിലും മൈക്രോസോഫ്റ്റ് റിസർച്ചിലും ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കാണുക, ഈ വീഡിയോ ഒരു 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗിനെ കുറിച്ച് നല്ല ഓവർവ്യൂ കിട്ടും ഷാർവിൻ. അപ്പൊ ഇതിൽ പറയണത് എന്താ വെച്ചാല് 5 ഇതിന് കണക്ഷനിസ്റ്റിക് സ്കൂള് എന്ന് പറഞ്ഞ അടിച്ചു നോക്കിയേ. എവിടെ ഉണ്ട്? ഏതൊക്കെയാ? അല്ല, കണക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് മെഷീൻ ലേണിംഗ് ചെയ്യണത്. സിംബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ റൂൾ ബേസ്ഡ് ക്ലാസിഫയർ, ഡിസിഷൻ ട്രീ, പിന്നെ പ്രൊഡക്ഷൻ സിസ്റ്റം, ഫസി സിസ്റ്റം ഒക്കെ ചെയ്യുന്നവരാണ് സിംബോളിക് ക്യാമ്പ്. എവല്യൂഷണറി ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് അൽഗോറിതവും ജനറ്റിക് പ്രോഗ്രാമിംഗ് ആണ്. ആദ്യകാലങ്ങളിൽ ജനറ്റിക് അൽഗോറിതത്തിനാണ് ഊന്നൽ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ജനറ്റിക് പ്രോഗ്രാമിങ്ങിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ജനറ്റിക് അൽഗോറിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാദർ ദാൻ എന്താ പറയാ, അത് സൊല്യൂഷൻ സ്പേസിലാണ് സെർച്ച് ചെയ്യണേ. കുറെ കാൻഡിഡേറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും ഒരു പ്രോബ്ലത്തിന്. അത് ജീനായിട്ട് എൻകോഡ് ചെയ്യും. എന്നിട്ട് മ്യൂട്ടേഷൻ, ഈ ജനറ്റിക് ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ട് എവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ജനറ്റിക് അൽഗോറിതം. ജനറ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ ഉണ്ടാക്കും. ആ ട്രീ ട്വീക്ക് ചെയ്ത് ബെസ്റ്റ് പ്രോഗ്രാം ഫോർ എ പ്രോബ്ലം കണ്ടുപിടിക്കും. മറ്റേത് ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജനറ്റിക് പ്രോഗ്രാമിംഗിൽ ബെസ്റ്റ് പ്രോഗ്രാം കണ്ടുപിടിക്കും. പിന്നെ ബയേസിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അതായത് അവരാദ്യമേ പറയും ഇപ്പൊ ഒരു കാര്യത്തിലുള്ള പ്രോബബിലിറ്റി 75% ആണെന്ന് പറയും. അതിൻ്റെ ഒരു പുതിയ ഡാറ്റ വരും, അപ്പൊ പ്രോബബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ 76% ആണെന്ന് പറയും. അങ്ങനെ കൂട്ടി ചിലപ്പോൾ 80 എത്തും. പിന്നെ നമുക്ക് കുറെ നെഗറ്റീവ് ഡാറ്റ കിട്ടി കഴിയുമ്പോൾ അത് 72 ആയിരിക്കും. അങ്ങനെ ടു ആൻഡ് ഫ്രോ പോയിട്ട് ഇവൻച്വലി വില 59-ലോ ചിലപ്പോൾ 86-ൽ പോയി കൺവേർട്ട് ചെയ്യും. അതിനെയാണ് ബയാസിയൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അനലോജൈസേഴ്സ് എന്ന് വെച്ചാൽ സിമിലാരിറ്റി വെച്ചിട്ട്. അതായത് ഇപ്പൊ ഈ സ്കൂളിലൊക്കെ ഓരോ ആൾക്കാരുണ്ട്. ഇപ്പൊ അനലോജൈസേഴ്സിൽ ഡഗ്ലസ് ഹോഫ്സ്റ്റാഡർ ആണ് ആള്. ബയാസിയൻസിൽ ആരാണ്? ഒരു ലേഡിയൊക്കെ ഉണ്ട്, അവർ ഡഫിനി കോളറോ, അവരൊക്കെയാണ് അതിന്റെ അതോറിറ്റി. എവല്യൂഷണറിയില് കുറെ ആൾക്കാരുണ്ട്, ഗോൾബർഗ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കണക്ഷനിസ്റ്റില് ജെഫ് ഹിൻഡൺ, യാൻ ലെക്കൂൺ ഒക്കെയാണ്.
സിംബോളിക് പഴയ ടൈപ്പ് ആൾക്കാരാണ്. ഗുഡ് ഓൾഡ് ഫാഷൻ എഐനാണ് സിംബോളിക് എന്ന് പറഞ്ഞത്. അപ്പോ അതിൽ കണക്ഷനിസ്റ്റിക് ആണ് ഇപ്പൊ പോപ്പുലർ. അപ്പൊ ഇനി നമുക്ക് കണക്ഷനിസ്റ്റിക്കിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഞാൻ സമ്മപ്പ് ചെയ്യാണ്. അതായത് സാമുവൽസിന്റെ ചെക്കർ പ്രോഗ്രാം, അങ്ങേരാണ് ഈ എന്താ പറയാ മെഷീനെ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ മറ്റേ റീസണിങ് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലേണിംഗ് പ്രോഗ്രാം എന്ന് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ 1989 ഡീപ് തോട്ട് ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഹാർഡ്വെയർ ആക്സിലറേഷൻ വെച്ചിട്ട് ഹ്യൂറിസ്റ്റിക്സ് ആയിരുന്നു. പണ്ട് ഈ സിംബോളിക് ക്യാമ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് അതൊക്കെ. സിംബോളിക് ക്യാമ്പാണ് അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നത് ക്ലാസിക്കൽ ചെസ്സിൽ. അതായത് ഇപ്പൊ പൊസിഷനൊക്കെ വെച്ചിട്ട് മോഡൽ ചെയ്യാന്നുള്ളത്. പിന്നെ 1997 ഫാസ്റ്റർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട് കാസ്പറോവിനെ അടിച്ചു. പക്ഷെ 2015 ഒരു കണക്ഷനിസ്റ്റിക് പ്രോഗ്രാം അഥവാ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പ്രോഗ്രാം, ഒരു റീഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ലീ സെഡോളിനെ തോപ്പിച്ചു. അപ്പൊ ഗോ അതിനു മുമ്പ് തോപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. അപ്പൊ ഇപ്പൊ ചെസ്സും കണക്ഷനിസ്റ്റിക് അപ്രോച്ച് എടുക്കണം. ഓക്കെ, അപ്പോ മോഡേൺ ചെസ് എഞ്ചിൻസിനൊക്കെ തോപ്പിക്കാൻ അതുകൊണ്ട് അവർക്ക് റൂൾ പോലും അറിയത്തില്ല. അപ്പൊ പിന്നെ മാസ്റ്റർ അൽഗോരിതം എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. പിന്നെ ടോം മിച്ചലിന്റെ ഡെഫിനേഷൻ ഉണ്ട്. ഒന്ന് എടുക്കാവോ? മറ്റേ ചരിത്രത്തിന്റെ ഉണ്ടല്ലോ. അതൊരു മെഷീൻ ലേണിംഗിന്റെ ബുക്കിലാണ്. എ കമ്പ്യൂട്ടർ ഈസ് സെറ്റ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഇ വിത്ത് റെസ്പെക്ട് ടു സം ക്ലാസ് ഓഫ് ടാസ്ക് ടി and performance measure P if its performance at task in T as measured by P improves with experience E. ഇത് അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല. അവർ പറയുന്നത് എന്താ വെച്ചാല്, ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക P which acts on set of task T. അപ്പൊ P over T, അതിന്റെ പെർഫോമൻസ് മെഷറിനെ P എന്ന് വിളിക്കുന്നു. അപ്പൊ ആദ്യത്തെ ഓട്ടം കഴിഞ്ഞപ്പോ പിയുടെ പെർഫോമൻസ് 0.1 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഓട്ടം കഴിയുമ്പോൾ അത് 0.2, അങ്ങനെ 0.3, 0.31, അങ്ങനെ ഓരോ തവണ ഓടിക്കഴിയുമ്പോഴും, അതായത് പി ടിയുടെ സെറ്റ് ഓഫ് ടാസ്ക് ടിയുടെ മുകളിൽ ഓടിക്കഴിയുമ്പോൾ പെർഫോമൻസ് ഓഫ് ദി പ്രോഗ്രാം ഐട്രേറ്റീവ്ലി ബെറ്റർ ആവുകയാണെങ്കിൽ ആ പ്രോഗ്രാം ലേൺ ചെയ്യാന്ന് പറയാം. കാരണം ഇപ്പൊ സംഭവിക്കുന്നത് എന്താ, നമ്മളൊരു പി ഒരു പ്രോഗ്രാം സെറ്റ് ഓഫ് ടാസ്കിന്റെ ടിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ഡാറ്റയൊക്കെ നമ്മൾ എടുത്ത് കാട്ടികളയും. പിന്നെ ആദ്യം മുതലേ ഓടുന്നത് എന്ന സ്ഥാനത്ത് പാസ്റ്റ് ഡാറ്റയിൽ നിന്ന് ഈ എന്താ പറയാ ലേൺ ചെയ്ത് പെർഫോമൻസ് ബെറ്റർ ആക്കിയാൽ അത് മെഷീൻ ലേണിംഗ് ആണെന്ന് പറയണേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ലാലെ മറ്റേ ക്വയറി കാഷിംഗ് ലേണിംഗ് ആണോ? ഈ ഡെഫിനിഷൻ അനുസരിച്ച് ലേണിംഗ് ആണ്. പക്ഷെ ഇയാൾ ഇതൊരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ അഥവാ ഒരു ആൾക്കാർക്ക് അപ്പറ്റൈറ്റ് വെറ്റിയാൻ കൊടുത്താണ്. അപ്പൊ ട്രൂ ലേണിംഗില് ഇതിനെ മെമ്മറൈസേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കാഷിങ് അതൊക്കെ. പക്ഷെ ട്രൂ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ജനറലൈസ് ചെയ്യാനും കൂടി പറ്റണം. അപ്പൊ മെമ്മറൈസേഷൻ പ്ലസ് ജനറലൈസേഷൻ ആണ് ലേണിംഗ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ മെമ്മറൈസ് ചെയ്യണേ, അവർ ജനറലൈസ് ചെയ്യാറില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഇതാണ്. ഓഫ് കോഴ്സ് യു സെഡ് ഇറ്റ്. അതിന്റെ ലിങ്ക് ഒന്ന് എല്ലാവർക്കും ഇട്ടെടുത്തേ. അതായത് ഈ കോഴ്സാണ് ഞാനിത് കാണുമ്പോൾ 4 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ആരും കണ്ടിട്ടുണ്ടായില്ല. ഞാനിത് പോയി പറയുമ്പോഴാണ് ഇതൊരു ബ്രില്യൻ കോഴ്സാ. ആദ്യത്തെ 3 വീഡിയോ പഠിച്ച നിങ്ങൾക്ക് എന്താ പറയാ, അതിൽ Q&A ഒക്കെ ഉണ്ട്. യാസർ അബു മുസ്തഫയുടെ കാൽടെക്കിന്റെ കോഴ്സിൽ ലേണിംഗ് എന്താണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ എന്താ പറയാ ഒന്നുകൂടി ഈ ആവർത്തന വിരസത വന്നിട്ടുണ്ട്, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അതായത് സാമുവൽസിന്റെ ചെക്കേഴ്സ് പ്രോഗ്രാം 1989 97 ഡീപ് തോട്ട് ആൻഡ് ഡീപ് ബ്ലൂ, ലീ സെഡോളിനെ തോപ്പിച്ച ആൽഫ മൈൻഡിന്റെ മറ്റേ ആൽഫ ഗോ പ്രോഗ്രാം, പിന്നെ ചെസ് ഡീപ്പ് ലേണിംഗ് വെച്ചിട്ട് മറ്റേ ഈ മൂവ് ജനറേറ്റ് ചെയ്ത് ഇന്റലിജൻസ് വെക്കുന്ന പ്രോഗ്രാം. അങ്ങനെയാണ് മെഷീൻ ലേണിംഗ് ഇവോൾവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല.
പിന്നെ നമ്മള് പെഡ്രോ ഡൊമിംഗോസ് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലെ മാസ്റ്റർ അൽഗോരിതം എന്താന്ന് പഠിച്ചു. അഞ്ച് ക്യാമ്പ് ഉണ്ട്. സിംബോളിക് ക്യാമ്പ്, എവല്യൂഷണറിസ്റ്റ്, മറ്റേ ബയേസിയൻസ്, മറ്റേ കണക്ഷനിസ്റ്റ്, പിന്നെ മറ്റേ അനാലോജൈസേഴ്സ്, അതായത് സാദൃശ്യാനുമാനം വെച്ചിട്ട്, അതായത് സിമിലാരിറ്റി മെട്രിക്സ് വെച്ച് റീസൺ ചെയ്യണം. അങ്ങനെ 5 ക്യാമ്പ് ഉണ്ടെന്നാണ് പറയണേ. പിന്നെ നമ്മള് ടോം മിച്ചലിന്റെ ഡെഫിനിഷൻ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഹിസ്റ്ററി എന്താന്ന് നോക്കാം. അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പോ ന്യൂറൽ നെറ്റ്വർക്ക് ശരിക്കും പറഞ്ഞ ഒരു ലേണിംഗ് അൽഗോരിതം ആയിരുന്നില്ല. 1943 മെക്കുള്ളോ ആൻഡ് പിറ്റ്സ് ന്യൂറോൺ മോഡൽ അടിച്ചു നോക്കിയ സ്ഥലത്ത് മെക്കുള്ളോ ആൻഡ് പിറ്റ്സ് ന്യൂറോൺ മോഡൽ. ഒരു സെക്കൻഡ്, എൻ്റെ അടുത്ത് സ്ലൈഡ് ഉണ്ടാവും. ഒറ്റ സെക്കൻഡ്. അല്ല, സാർ പറയുന്ന ഹിസ്റ്ററി ഇല്ലെങ്കിൽ ഞാൻ ജനറൽ ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ ഈ മക്കുള്ള പിറ്റ്സ് ന്യൂറോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ഈ മെക്കുള്ള പിറ്റ്സ് ന്യൂറോൺ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. കാരണം ആ മോഡല് രീതിയിലല്ല നമ്മുടെ ബ്രെയിനും മൈൻഡും ഒക്കെ വർക്ക് ചെയ്യണേ. അതിന്റെ ഡിബേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലാണ് എന്താ പറയാ, ഈ ബ്രെയിനിന്റെ ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ആണ്. അവര് ഈ സിനാപ്സ് ആക്ടിവേഷൻ, അങ്ങനെ ബ്രെയിൻ ഫങ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ച് ഒരു മോഡൽ ഉണ്ടാക്കി. അപ്പൊ വെറുതെ ഒരു സിമ്പിൾ ന്യൂറോൺ കാണിച്ചു ചേർത്ത് അതിന്റെ പടം ഉണ്ടായില്ലേ? ഇല്ല, ഇതിനകത്ത് പടമില്ല. എങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തേ മെക്കുള്ള പിറ്റ്സ് ന്യൂറോൺ മോഡൽ. അല്ല, ഇതതിന്റെ കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ അല്ലല്ല കുഴപ്പമില്ല, സൂം സിംഗിൾ ആണ്. ചെയ്തോ. ഇത് മതി. ഇമേജ് എടുക്കാം. സിംഗിൾ ന്യൂറോണിൽ ഏതായാലും മതിയല്ലോ. അതെ, അതായത് കുറെ ഇൻപുട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് അതിന്റെ ഒറിജിനൽ. ഇതൊരു സിംഗിൾ ന്യൂറോൺ ആണത്. ഓക്കെ, അതായത് കുറെ ഇൻപുട്ട് ഉണ്ട്. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കും. അതായത് എന്നിട്ട് അന്ന് ലീനിയർ കോമ്പിനേഷൻ ഇല്ല, ബൈനറി വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. അപ്പോ ഈ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷന് കൊടുക്കും. എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷന്റെ വാല്യൂ ഒരു ത്രെഷോൾഡിന് മുകളിലാണെങ്കിൽ ആ ന്യൂറോൺ ഫയർ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ന്യൂറോണിലോട്ട് പോകും. അപ്പൊ സെറ്റ് ഓഫ് ന്യൂറോൺസ് ഓർഗനൈസ്ഡ് ആസ് എ ന്യൂറൽ നെറ്റ്വർക്കിന് നെറ്റ്വർക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഷാൽവിൻ, അത് എന്താന്ന് നോക്കിയാൽ മതി. എന്റെ ഇത് ലീനിയർ കോമ്പിനേഷൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഈ മെക്കുള്ള പിറ്റ്സ് ന്യൂറോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദ്യ കാലങ്ങളിലെ ആൾക്കാർ വിചാരിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈനറി ഡിജിറ്റ് ആണല്ലോ മറ്റേ ഇൻപുട്ടിന് അല്ലേ. അത് വെച്ചിട്ട് അവര് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി. അവര് വിചാരിച്ചതെന്ന് വെച്ചാല് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, എക്സോർ, നാൻഡ് ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഉണ്ടാക്കാമല്ലോ അതിന്റെ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോഴാണ് അവർക്ക് എക്സോർ മോഡൽ ചെയ്യാൻ പറ്റിയില്ല, ഏത് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട്. അപ്പൊ അവര് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടാക്കി. അപ്പൊ അവർക്ക് എക്സലും ഇതും ഇത് ചെയ്യാൻ പറ്റി. പെർസെപ്ട്രോൺ വെച്ചിട്ട് പറ്റിയില്ല, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വെച്ചപ്പോ അവർക്ക് എക്സോർ മോഡൽ ചെയ്യാൻ പറ്റി. അപ്പോ ആദ്യ കാലങ്ങളിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്
ആക്ച്വൽ ന്യൂറൽ നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഉണ്ടാക്കുമായിരുന്നു. അന്ന് ലേണിംഗ് ഒന്നും പിക്ചറിലേ ഇല്ല. ശരത്തെ ഒന്ന് ന്യൂറൽ നെറ്റ്വർക്ക് മെഷീൻ ഹാർഡ്വെയർ എന്നൊന്ന് അടിച്ചു നോക്കി. ഹാർഡ്വെയർ ഉണ്ട് ശരിക്കും. അപ്പൊ എന്റെ ഇമേജ് എടുത്ത് നോക്കിയാൽ മതി. ഇമേജ് എടുത്ത് നോക്ക്. ഇതല്ല, പഴയത്. അതായത് ഈ കാണുന്നതല്ല, അവര് ശരിക്കും ഡിവൈസസ് ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഡിജിറ്റലും കൂടിയല്ല, ഇത് അനലോഗ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് പടം. മനസ്സിലായില്ലേ? ഒരു തൗസൻഡ്സ് ഓഫ് ന്യൂറോൺസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തേക്കുക ഹാർഡ്വെയർ ആയിട്ട്. മനസ്സിലായില്ല? അതിന് ശരത്തെ സ്ക്രോൾ ചെയ്ത് കണ്ട അത് തന്നെ, അതെടുക്ക്. അത് തന്നെ. ഇതാണ് ഇതാണ് ന്യൂറൽ നെറ്റ്വർക്ക് ഹാർഡ്വെയർ. അല്ലാതെ വല്ല ഇതിലിടാൻ പറ്റുമോ? സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ? അതൊന്ന് കുറച്ച് ഇത് ന്യൂറൽ നെറ്റ്വർക്ക് ഹാർഡ്വെയർ ആണ്. കണ്ടല്ലോ. ഞാൻ ഈ പടം ഞാനൊരു വീഡിയോയിലാ കണ്ടേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഇമേജ് ആയിട്ട് കാണുന്നത്. ഇത് ശരിക്കും കുറെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും മൾട്ടിലെയർ പെർസെപ്ട്രോൺ വെച്ച് ഹാർഡ്വെയർ ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് ഏത് സാധനം നാൻഡ് ഗേറ്റ് ആണെങ്കിൽ യൂണിവേഴ്സൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കാമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ആഡർ ആണെങ്കിലും ഹാഫ് ആഡർ ആണെങ്കിലും മൾട്ടിപ്ലയർ ആണെങ്കിലും നിങ്ങൾക്ക് ഗേറ്റ് ഓപ്പറേഷൻ ആക്കി മാറ്റാമല്ലോ. അങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന്. ഓക്കെ, പിടി കിട്ടിയത്. അതായത് മെക്കുളപ്പിറ്റ്സ് ന്യൂറോൺ മോഡല്, അത് ബൈനറി ഇൻപുട്ട് എടുക്കുള്ളൂ. അത് ബൈനറി ഇൻപുട്ട് ഒരു എന്താ പറയാ ആക്ടിവേഷൻ ഫംഗ്ഷനിലോട്ട് പോയി കഴിഞ്ഞാല് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇൻപുട്ടും വെയിറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അന്ന് പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ ഇൻപുട്ട് അവിടെ വെയിറ്റ് 1 തന്നെയാണ് കൂട്ടാം. വെയിറ്റ് 1 എന്നല്ല. ഇപ്പൊ 5 ന്യൂറോൺ ആണ് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിലോട്ട് പോകണമെങ്കിൽ 0.2 വെയിറ്റ് ആണെന്ന് കണ്ടാൽ മതി. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്ത 1 വരുമല്ലോ. അങ്ങനെ ഒരു ഇതായിട്ട് കണ്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഈ സാധനത്തിനെ മറ്റേ ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് മോഡൽ ചെയ്തപ്പോൾ അവർക്ക് എക്സോർ മോഡൽ ചെയ്യാൻ പറ്റിയില്ല പെർസെപ്ട്രോൺ വെച്ചിട്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വെച്ചിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ആക്ച്വൽ ഹാർഡ്വെയർ ബിൽഡ് ചെയ്തു. ഏത് കുറെ ആൻഡ് ഗേറ്റും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന് പറയുന്ന സാധനമുണ്ട്, FPGA. അതെന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ ഗേറ്റ് ലെവൽ ഫംഗ്ഷൻസ്. എന്നിട്ട് നിങ്ങളുടെ VHDL വെരിലോഗ് പ്രോഗ്രാം ആണ് അത് വയർ ചെയ്യണേ. അതേമാതിരി ഈ നമുക്ക് സാധാരണ പ്രോഗ്രാംസ് ഈ മെക്കുളപ്പിറ്റ്സ് ന്യൂറോൺ മോഡലിലോട്ട് നമുക്ക് വേണമെങ്കിൽ ലോവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചു, ഈ വെയിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നെറ്റ്വർക്കിന് ലേയേഴ്സ് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാല് മറ്റേ ബെറ്റർ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഒരു 60കൾ മുതൽ 80 വരെ 78 വരെ അങ്ങനെയാ ചെയ്തിരുന്നത്. അതായത് മെഡലൈൻ നെറ്റ്വർക്ക്, അഡലൈൻ, അങ്ങനെ കുറെ ടൈപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. അന്ന് ഡീപ്പ് ലേണിംഗ് വന്നിട്ടില്ല. കാരണം കമ്പ്യൂട്ടേഷൻ പവർ ഇല്ല. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ 1978 ജെഫ് ഹിൻഡൻ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോറിതം ഇൻവെന്റ് ചെയ്തു. 74 ജെഫ് ഹിൻഡൻ ആണ് അത് കിടക്കണേ. അതെ അത് മൾട്ടിപ്പിൾ ഇതുണ്ട്. ജെഫ് ഹിൻഡന്റെ സ്റ്റുഡൻസ് ഒരു കനേഡിയൻ പ്രൊഫസർ ആക്കി ഇരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഒന്ന് വെറുതെ ഒന്ന് പടം കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ഇങ്ങനെയാണ്, പക്ഷെ ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ റിട്ടയർ ആയി, ഇപ്പൊ പ്രൊഫസർ എമിറിറ്റസ് ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിലാണ്. ഫോർ സം റീസൺ നല്ല റിസർച്ചേഴ്സ് കാനഡയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. ഇപ്പോ ജോഷുവ ബെഞ്ചിയോ പിന്നെ യാൻ ലെക്കുൺ ഒക്കെ കാനഡയിൽ നിന്നാണ്. അറിയില്ല എന്താണ് അതിന്റെ ഗുട്ടൻസ് എന്താന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഫാദർ ഓഫ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയണേ. അപ്പൊ അങ്ങനെ വന്നപ്പോ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം കണ്ടുപിടിച്ചു. അതായത് ഇൻപുട്ട് ഒരു വെയിറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിലൂടെ കടത്തിവിട്ട് ഫയർ ചെയ്ത് ഒരു സീരീസ് ഓഫ് ലേയേഴ്സ് കടന്ന്
ഔട്ട്പുട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഈ ഔട്ട്പുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ എന്താ പറയാ കാൽക്കുലസിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് അവർ ആ എറർ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന അൽഗോരിതം, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ബാക്ക് പ്രൊപ്പഗേഷൻ വന്നപ്പോഴാണ് ന്യൂറൽ നെറ്റ്വർക്ക് ഒരു ലേണിംഗ് അൽഗോരിതം. അതിനു മുമ്പ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആയിരുന്നു. ഫീഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആൾക്കാർ കൈകൊണ്ട് അസൈൻ ചെയ്യും, അല്ലേ? ഓരോ ഇതിന് അതായത് ഇൻപുട്ട് കുറെ വെയിറ്റ് കൈകൊണ്ട് അസൈൻ ചെയ്തിട്ട് പല രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ബാക്ക് പ്രൊപ്പഗേഷൻ വന്നപ്പോ ലേണിംഗ് ആഡ് ചെയ്തു. പക്ഷെ അന്നത്തെ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഹിൻഡൻ ആ കാലഘട്ടത്തിലെ മെഷീൻസ് ഒക്കെ വളരെ സ്ലോ ആയിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്രാക്ടിക്കലി മുങ്ങിപ്പോയി. ഇയാളെ ഈ കണക്ഷനിസ്റ്റ് ക്യാമ്പിനെ കൊന്നു. അതായത് മാർവിൻ മിൻസ്കി ഒരു ബുക്ക് എഴുതി, പെർസെപ്ട്രോൺ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഷണൽ ജോമെട്രി. അതില് ഈ കണക്ഷനിസം വെറുതെ വേസ്റ്റ് ആന്ന് പറഞ്ഞു. ഒന്ന് എടുത്ത് നോക്കിയേ, പെർസെപ്ട്രോൺ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഷണൽ ജോമെട്രി. മാർവിൻ മിൻസ്കി. ഈ ബുക്കാണ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ റിസർച്ചിനെ അടിച്ചു കാട്ടിക്കളഞ്ഞത്. അങ്ങനെ AI വിന്റർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഡീപ് ലേൺ. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2012 ഈ ഹിൻഡന്റെ സ്റ്റുഡൻസ് ഓഡിയോ പ്രോസസ്സിങ്ങില് മറ്റേ വലിയ ലീപ്പ് ഉണ്ടാക്കി. അങ്ങനെയാണ് അതിനിടയ്ക്ക് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഇത് ചെയ്യുമ്പോൾ 1997 കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. ആര്? യാൻ ലെക്കുൺ. അല്ല, യാൻ ലെക്കുൺ അല്ല, CNN-ന്റെ. അപ്പൊ ഈ മറ്റേ നിങ്ങൾ എമിനിസ്റ്റിന്റെ ഡാറ്റാബേസ് കണ്ടിട്ടുണ്ടേ? എമിനിസ്റ്റിന്റെ ഡാറ്റാബേസ് അതൊന്നും ഒന്ന് കാണിച്ചു കൊടുത്ത് ചേർത്തെ. MNIST ഡാറ്റാബേസ് കാണിച്ചു. അതിന്റെ ഇമേജസ് എടുക്ക്. അല്ല, അതിന്റെ പടം കാണാലോ എമിനിസ്റ്റിന്റെ. അതെ, ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു സാധനമാണത്. അപ്പൊ ഇതിപ്പോ നമ്മൾ 28x28 പിക്സലാ. അപ്പൊ 784 പിക്സൽസ് ആണ് ഇൻപുട്ട് ചെയ്യണേ എമിനിസ്റ്റ് ഡാറ്റാബേസിന്റെ ന്യൂറൽ നെറ്റ്വർക്ക് ലേണിംഗ് അൽഗോരിതത്തിലോട്ട്. ഇവിടെ കിട്ടിയ അപ്പൊ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേഷ്യൽ ഇൻഫർമേഷൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിന് നിങ്ങൾക്ക് ലീനിയർ ആയിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ലീനിയർ വെയിറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുതരം ലീനിയർ റിഗ്രഷൻ ഇൻ ഡിസ്ഗൈസ് ആണത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്പേഷ്യൽ ഇൻഫർമേഷൻ അടിച്ചു പോകും. അപ്പോഴാണ് സ്പേഷ്യൽ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പൊ ക്ലാസിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിനെ സോഫ്റ്റ് മാക്സ് ലെയർ എന്ന് പറയും. അതിനു മുമ്പ് ഒരു ഫിൽട്ടർ നെറ്റ്വർക്ക് വെക്കും. അതൊരു ഇമേജ് ഫിൽട്ടറിംഗ് നെറ്റ്വർക്കും ഒരു ക്ലാസിക്കൽ നെറ്റ്വർക്കും കൂടിയുള്ള കോമ്പിനേഷനാണ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഒരു CNN-ന്റെ പടം എടുത്ത ചേർത്ത്. എല്ലാ പടം ഉണ്ടായിരുന്നില്ല. ആ ഡയഗ്രം എടുത്ത് ഇത് സൂം ചെയ്താൽ മുകളിലത്തെ 7 അത് തന്നെ കണ്ട. ഈ ലാസ്റ്റത്തെ 2 ലെയറിനെ വേണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് മാക്സ് ലെയർ എന്ന് വിളിക്കാം. ലാസ്റ്റത്തെ റൈറ്റ് മോസ്റ്റ് ലാസ്റ്റത്തെ 2. ബാക്കിയൊക്കെ കണ്ടോ ഇമേജ് പ്രോസസിങ് ഫിൽറ്റേഴ്സ് ആണ്. അല്ലേ, മനസ്സിലായില്ലേ? അപ്പോ ഒരു ഫിൽട്ടർ നെറ്റ്വർക്കും ഒരു സോഫ്റ്റ് മാക്സ് ലെയറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് കിട്ടും. അപ്പൊ സ്പേഷ്യൽ ഇൻഫോർമേഷനിൽ നിന്ന് ഏറ്റവും ഡാറ്റ കംപ്രസ് ചെയ്യുക ശരിക്കും ചെയ്യണേ. ഒരു വലിയ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കോർ ഫീച്ചേഴ്സ് പല രീതിയിലുള്ള ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്ത് ആ ഫിൽട്ടർ നെറ്റ്വർക്കിലൂടെ കടത്തി ഒരു വില 50x50 പിക്സലോ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ക്ലാസിക്കൽ നെറ്റ്വർക്കുമായി റൺ ചെയ്യും. ഇതിനാണ് CNN എന്ന് പറയുന്നത്. അപ്പൊ മറ്റേ ഈ ലീനിയർ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്പേഷ്യൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി
ഇവര് 2D ആണ്. അപ്പൊ ഇമേജ് എന്ന് പറഞ്ഞ ഓവർ മറ്റേ ഒന്നിൽ കൂടുതൽ ഇമേജ് കഴിഞ്ഞാൽ വീഡിയോ പ്രോസസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായ ടൈം എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ടൈം പ്രശ്നം വന്നപ്പോ അവര് റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അതായത് ഈ ആദ്യത്തതും ഫീഡ് ഫോർവേഡ് ആണ്, രണ്ടാമത് ഇതും ഫീഡ് ഫോർവേഡ് തന്നെയാണ്. കിട്ടിയ അതായത് മെമ്മറി ഇല്ല, ഇതിന് മുന്നോട്ടേക്ക് പോകുള്ളൂ സാധനം, എന്നിട്ട് പിന്നെ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ കുറച്ച് ടൈം ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈം എന്ന് പറഞ്ഞൊരു അൽഗോരിതം വെച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്തു, മറ്റേ നെറ്റ്വർക്ക് കൊണ്ടുവന്നു, അതായത് RNN. അപ്പൊ RNNന്റെ വേരിയേഷൻ ആണ് LSTM GRU എന്ന് പറഞ്ഞ അൽഗോരിതം വന്നത്. അപ്പൊ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വെച്ച് ലീനിയർ ഡാറ്റ സ്റ്റോർ ചെയ്യാം, സ്പേഷ്യൽ ഡാറ്റ പ്രോസസ് ചെയ്യാം, സ്പേഷ്യൽ ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി CNN, സ്പേഷ്യോ ടെമ്പറൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രോസസ് ചെയ്യാൻ വേണ്ടി RNN. RNNന്റെ വേരിയേഷനായ LSTM-ഉം GRU-യും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ എന്താ പറയാ വേറൊരു ബ്രേക്ക് ത്രൂ വന്നത്. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് അറ്റൻഷൻ മാത്രം മതി. നിങ്ങള് അതായത് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലോട്ട്, അതായത് അത് പറയണമെങ്കിൽ വേറെ കുറെ ഇത് ഇന്ററാക്റ്റീവ് ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ വെറുതെ പറയുന്നില്ല. അറ്റൻഷൻ ഈസ് ആൾ യു നീഡ് എന്നുള്ള ഒരു പേപ്പർ ഇറങ്ങി, അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ പേപ്പർ ഇറങ്ങിയപ്പോഴാണ് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വന്നത്. അപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന്റെ മുകളിലാണ് മറ്റേ അതിനെയാണ് LLM എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് മെക്കുള്ള-പിറ്റ്സ് ന്യൂറോൺ, അപ്പൊ ഞാൻ ഒന്നുകൂടി ഫുൾ ഹിസ്റ്ററി പറയാം. മെക്കുള്ള-പിറ്റ്സ് ന്യൂറോൺ, പിന്നെ അറ്റംപ്റ്റ് ടു മോഡൽ മറ്റേ ഗേറ്റ് ലെവൽ ലോജിക് യൂസിങ് ആൻഡ് ഓർ XOR ആൻഡ് NAND. XOR ഫെയിലായി. അപ്പൊ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഉണ്ടാക്കി. അന്ന് ബൈനറി വെയിറ്റ് ആയിരുന്നു. ബൈനറി വെയിറ്റ് പല രീതിയിൽ കൊടുത്തിട്ട് പല ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഉണ്ടാക്കി. പിൽക്കാലത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് വെയിറ്റിന് കൊടുക്കാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ലീനിയർ റിഗ്രഷന്റെ ഒരു ജനറലൈസേഷൻ ആയിട്ട് ന്യൂറൽ നെറ്റ്വർക്കിനെ കണ്ടു. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ബാക്ക് പ്രൊപ്പഗേഷൻ ഇൻവെന്റ് ചെയ്യപ്പെട്ടു. പിന്നെ സ്പേഷ്യൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി CNN കണ്ടുപിടിച്ചു. സ്പേഷ്യോ ടെമ്പറലിന് വേണ്ടി RNN കണ്ടുപിടിച്ചു. RNNന്റെ വേരിയേഷൻ ആണ് GRU, LSTM. പിന്നെ ലാസ്റ്റ് വന്നത് മറ്റേ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ആണ്. ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് വളരെ, കാരണം ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഓഫ് എ ലാംഗ്വേജ് അല്ല വേർഡ് തൊട്ടടുത്ത വേർഡായിട്ട് ബന്ധവും പിന്നെ അതിന്റെ പ്രീവിയസ് സെമാൻറ്റിക്സ് ആയിട്ടുള്ള ബന്ധമുണ്ട്. ആ വിൻഡോനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോ അതിനെയാണ് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് LLM ആയി മാറി. LLM-ന്റെ ഒരു സ്പെഷ്യൽ കേസാണ് മറ്റേ ChatGPT കോഡൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സ്മോൾ ലാംഗ്വേജ് മോഡൽ അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യമുണ്ട്. അത് ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ സംസാരിക്കാം. ഏകദേശം പിടി കിട്ടിയല്ലോ അല്ലേ? ഷാൽവിൻ, മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ഞാനേ ഈ മാത്തമാറ്റിക്സ് പഠിച്ച BSc മാത്സ് വരെ പഠിച്ചവരെ ഞാൻ പഠിപ്പിക്കണത് ഇങ്ങനെയല്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ക്ലബ് ഹൗസിൽ കോളിലൊക്കെ ഉണ്ടാക്കിയ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് എങ്ങനെ കാണും അല്ലെ? ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 1/n വെച്ച് മൾട്ടിപ്ലൈ അല്ലേണ്. ആ 1/n ശരിക്കും പ്രോബബിലിറ്റിയാ. അപ്പൊ നമ്മള് ഒരു അസംഷൻ നടത്തുന്നുണ്ട് അവിടെ ഇക്യു പ്രോബബിൾ ആണെന്ന്, ഏത് ഈ നമ്പേഴ്സ്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിനെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയും. പക്ഷെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഡെഫിനിഷൻ തന്നെ എടുക്കാം. നമ്പറിനെല്ലാം ആഡ് ചെയ്യുന്നു, എന്നിട്ട് മറ്റേ 1/n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഐഡിയ ഉണ്ടോ?
അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് പറയാ, നോർമൽ കർവില് വന്ന ഒരു ഓക്കെ, അത് ഇപ്പൊ നമ്മള് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലല്ലോ പറയുന്നത്, നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാ പറയണേ. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഡാറ്റയുടെ ആവറേജ് ആദ്യം എടുക്കും, എന്നിട്ട് ഓരോ എലമെന്റിന്റെ ഡാറ്റ കുറച്ച് കളയും. അപ്പൊ നെഗറ്റീവും പോസിറ്റീവിനും വാല്യൂ വരും, എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കുന്നതിനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിനെ എന്താ പറയുന്നത്? വേരിയൻസ് എന്ന് പറയും. ഓക്കെ, വേരിയൻസ് 2 വേരിയബിളിലാവുമ്പോ കോവേരിയൻസ് എന്ന് പറയും. കോവേരിയൻസ് നോർമലൈസ് ചെയ്യുമ്പോ കോറിലേഷൻ എന്ന് പറയും. 2 വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിനെ കണ്ടുപിടിക്കുന്നതിന് ലീനിയർ റിഗ്രഷൻ എന്ന് പറയും. അത് ഒരു കർവ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക് റിഗ്രഷൻ എന്ന് പറയും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആർബിട്രറി കർവ് ഫിറ്റ് ചെയ്യാം, പക്ഷെ അപ്പൊ ഓവർ ഫിറ്റ് ചെയ്യും. ഇനി ഈ ലീനിയർ റിഗ്രഷനെ ലോഗിറ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ വരും. ലോജിസ്റ്റിക് റിഗ്രഷനെ n ക്ലാസ് ആയി നോക്കുമ്പോൾ സോഫ്റ്റ് മാക്സ് ആക്കും. സോഫ്റ്റ് മാക്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ് ന്യൂറൽ നെറ്റ്വർക്ക് ANN. ANNൽ സ്പേഷ്യൽ ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ CNN വരും. സ്പേഷ്യോ ടെമ്പറൽ ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ RNN വരും. ടൈമിന് പകരം അറ്റൻഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്ക് ആർക്കിടെക്ചറിനെ മറ്റേ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്ന് പറയും. പിന്നെ അവിടെ നിന്നല്ലല്ലോ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയേ? ആവറേജ് നിന്ന് തുടങ്ങിയതാ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീഡിഗ്രി മാത്സ് പഠിച്ച ഒരുത്തിന് മനസ്സിലാവും. ഷാൽവിൻ, അപ്പൊ ഇതാണ് ഒരു ഇതിന്റെ ഐഡിയ. അപ്പൊ നമ്മള് ഞാൻ എല്ലാം കൂടി ഒന്നുകൂടി ഫൈനൽ ഫ്രെയിമിൽ ഇത് ചെയ്യാം. അർദർ സാമുവലിന്റെ ചെക്കേഴ്സ് പ്രോഗ്രാം, അത് അയാളാണ് മെഷീൻ ലേണിംഗിന്റെ ഡെഫിനിഷൻ നൽകിയത്. 1989 ഡീപ് തോട്ട്, അത് ഒരു ഹ്യൂറിസ്റ്റിക്സ് ബേസ്ഡ് ചെസ് പ്രോഗ്രാം ആയിരുന്നു. അത് അന്നത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് കളിച്ചിട്ട് 1-2 കളികൾ ജയിക്കുകയെന്ന് ചെയ്തു. 97 ഡീപ് ബ്ലൂ മറ്റേ കാസ്പറോവിനെ തോപ്പിച്ചു. അപ്പൊ അതോടെ ഹ്യൂമൻ ചെസ് ചാമ്പ്യന്റെ അന്ത്യമായി. പിന്നെ ഹ്യൂമൻസ് തമ്മിലുള്ള വിനോദം മാത്രമായി ചെസ്. 2015 ബ്രിട്ടീഷ് കമ്പനിയായ ആൽഫാഗോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വേണ്ടിയിട്ട് അന്നത്തെ ഗോഡ വേൾഡ് ചാമ്പ്യനെ ബീറ്റ് ചെയ്തു. അത് റീഇൻഫോഴ്സ്മെന്റ് ക്യൂ ലേണിംഗോ എന്താണ്ടൊരു അൽഗോരിതം വെച്ചിട്ടാണ്, ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അൽഗോരിതം ആണ്. തമാശ എന്താന്ന് വെച്ചാൽ ഗോ ഗെയിമിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഈ മറ്റേ കോമ്പിനേറ്റോറിയൽ എക്സ്പ്ലോഷൻ കൂടുതലുണ്ട്. സാധാരണ ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ട് അത് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് കുറേ ഗെയിമിന്റെ ഇമേജസ് കൊടുത്തിട്ടാണ് അത് ബീറ്റ് ചെയ്തത്. പിന്നെ ചെസ്സും അത് ചെയ്തു തുടങ്ങി. അതോടെ ചെസ് ഇപ്പൊ ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ടല്ല അത് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് കണ്ടുപിടിക്കപ്പെട്ടു. ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് കണ്ടുപിടിക്കപ്പെട്ടപ്പോ ഈ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്ന സാധനം പണ്ട് ഇമേജിലും ഓഡിയോയിലേ പറ്റുള്ളായിരുന്നു. ട്രാൻസ്ഫർ ലേണിംഗ് ഇപ്പൊ ടെക്സ്റ്റിലും പറ്റിയത് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വന്നതിന് ശേഷമാണ്. അതോടെയാണ് ഈ ChatGPT മറ്റേ ഈ മൈക്രോസോഫ്റ്റിന്റെ കോഡ് മറ്റേ എന്താ പറയാ ഗിറ്റബിന്റെ സർവീസ് ഉണ്ടല്ലോ അല്ലെ, ഇതായിരുന്നു ഗിറ്റബ് കോഡ്. ഇത് ശരത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കോപ്പൈലറ്റ് അങ്ങനത്തെ സാധനം വന്നത്. അപ്പോ ഈ അതിനിടയ്ക്ക് നമ്മൾ പിന്നെ മാസ്റ്റർ അൽഗോരിതം എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് പരിചയപ്പെട്ടു. അവര് അഞ്ച് മെത്തേഡാണ് അവര് പറയുന്നത്. സിംബോളിക്, അതായത് ഗുഡ് ഓൾഡ് ഫാഷൻ AI, അതായത് റൂൾസ്, പ്രൊഡക്ഷൻ സിസ്റ്റം, ഫസി ലോജിക്, മറ്റേ മോഡൽ ചെയ്ത് ഇന്റലിജൻസ് സിമുലേറ്റ് ചെയ്യുന്ന അപ്രോച്ച്. സെക്കൻഡ് കണക്ഷനിസ്റ്റിക്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് അപ്രോച്ച്. തേർഡ് ബയേസിയൻ, കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രോബബിലിറ്റി വെച്ചിട്ട് റീസണിങ് ചെയ്യുന്നത്. ഫോർത്ത് എവല്യൂഷണറിസ്റ്റ്, ജനറ്റിക് അൽഗോരിതം ആൻഡ് ജനറ്റിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ട്. പിന്നെ അനലോജി വെച്ചിട്ട്, അതായത് സിമിലാരിറ്റി വെച്ചിട്ട് റീസൺ ചെയ്യുന്നവര്. അങ്ങനെയാണ് ഈ പറയുന്ന ഈ 5 ക്യാമ്പ്. പിന്നെ നമ്മള് ഈ മറ്റേ ടോം മിച്ചലിന്റെ മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്താണെന്ന് പഠിച്ചു. P എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സെറ്റ് ഓഫ് ടാസ്ക് ടിയുടെ മുകളിൽ ഈച്ച് ടൈം ഓടും തോറും
ഈ പി അതായത് പെർഫോമൻസ് മെട്രിക്സ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്തോ ആ പ്രോഗ്രാം ഈ സെറ്റ് ടു ലേൺ. പക്ഷെ അത് എക്സാക്ട്ലി കറക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡാറ്റാബേസ് ക്വയറി കാഷിങ്ങും ഒക്കെ ലേണിംഗ് ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ അതിന് ജനറലൈസേഷൻ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് അപ്പൊ മെമ്മറൈസേഷൻ പ്ലസ് ജനറലൈസേഷൻ ആണ് ലേണിംഗ്. അപ്പോ പിന്നെ നമ്മള് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഇതിഹാസമാണ് പഠിച്ചത്. ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മെക്കുള്ള പിറ്റ്സ് ന്യൂറോൺ എന്താന്ന് നോക്കണം. മെക്കുള്ള പിറ്റ്സ് ന്യൂറോണിൽ നിന്ന് മറ്റേ ഈ ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് എക്സോർ ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പോൾ എക്സോറിൽ ഫെയിൽ ആയി കഴിഞ്ഞപ്പോൾ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞൊരു മോഡൽ കൊണ്ടുവന്നിട്ട് എക്സോർ മോഡൽ ചെയ്തു. അങ്ങനെ ടെക്നിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് ഏത് ട്യൂറിംഗ് മെഷീൻ അൽഗോരിതവും ന്യൂറൽ നെറ്റ്വർക്ക് ഓപ്പറേഷനായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാർഡ്വെയർ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മളൊരു പടം വരെ കണ്ടു. പക്ഷേ ഇതൊന്നും അത്ര സ്കെയിലബിൾ ആയിരുന്നില്ല. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ബൈ ലിമിറ്റ് ബൈനറി ഡാറ്റ നമുക്ക് സോഫ്റ്റ്വെയറിൽ സിമുലേറ്റ് ചെയ്യാമല്ലോ ബൈ യൂസിങ് ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പൊ അതിന് ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഡബിൾ വാല്യൂ വെയിറ്റ് ആയിട്ട് കൊടുത്തപ്പോൾ ലീനിയർ റിഗ്രഷന്റെ ഒരു ജനറലൈസേഷനായി മാറി ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സാധനം. ലീനിയർ റിഗ്രഷൻ അല്ല, കാരണം ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോൺ ലീനിയാരിറ്റിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആക്ടിവേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട്. അപ്പൊ അവിടെ ലൊഗിക് ട്രാൻസ്ഫോം ഉണ്ട്, റെലു ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മറ്റേ ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഒക്കെ എമുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം കണ്ടുപിടിച്ചത് ജെഫ് ഹിൻഡൻ. ബാക്ക് പ്രൊപ്പഗേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വയബിൾ ലേണിംഗ് അൽഗോരിതം ആയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹാർഡ്വെയർ ഓഫ് ദോസ് ടൈംസ് വെയർ നോട്ട് ആക്ച്വലി വെരി പവർഫുൾ. അപ്പൊ മാർവിൻ മിൻസ്കി ഡാർമോത്ത് AI കോൺഫറൻസിന്റെ ചെയർ കണ്ടായിരുന്നു. പുള്ളിയും വേറെ ആരും കൂടി പെർസെപ്ട്രോൺ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഷണൽ ജോമെട്രി എന്നുള്ള ബുക്ക് എഴുതി കണക്ഷനിസ്റ്റ് ക്യാമ്പിനെ കരിവരുത്തിച്ചു. അതോടെ അവർക്ക് ഒരു നിക്കകളിയിലുണ്ടായി. പക്ഷെ ഈ പ്രൊഫസർ അത് പെർസിസ്റ്റ് ചെയ്തു. അതിനിടയ്ക്ക് NVIDIA GPU ഒക്കെ വന്നപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ ഒക്കെ ഫാസ്റ്റ് ആവുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ. പക്ഷെ അത്രയും ബസ് ഉണ്ടാക്കില്ല. 2012 ഓഡിയോ പ്രോസസ്സിംഗിലാണ് അന്നത്തെ ഈ ഓഡിയോ പ്രോസസ്സിംഗ് പ്രോഗ്രാമിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പെർഫോം ചെയ്ത്. അങ്ങനെ ഈ പറഞ്ഞ ഡീപ്പ് ലേണിംഗ് റവല്യൂഷൻ ഉണ്ടാവുക ചെയ്തത്. അതിനിടയ്ക്ക് ഈ ബാക്ക് പ്രൊപ്പഗേഷന്റെയും ഈ ഡീപ്പ് ലേണിംഗ് റവല്യൂഷന്റെ ഇടയ്ക്ക് യാൻ ലെക്കോൺ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അപ്പോ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസിക്കൽ സോഫ്റ്റ് മാക്സ് ലെയറും ഒരു ഇമേജ് ഫിൽട്ടർ ലെയറിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോ സ്പേഷ്യൽ ഇൻഫോർമേഷനിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫിൽട്ടേഴ്സ് വെച്ച് ഗ്രാബ് ചെയ്ത് അവസാനത്തെ ഭാഗം ലീനിയറൈസ് ചെയ്യണേ. അപ്പോ ക്ലാസിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിന് സ്പേഷ്യൽ ഇൻഫർമേഷൻ നഷ്ടപ്പെടുമായിരുന്നു, കാരണം എല്ലാം ലീനിയറൈസ് ചെയ്യണം. അതേപോലെ നമ്മൾ പഠിച്ച 28x28 ഇപ്പൊ ഈ 7 എന്ന് പറഞ്ഞ കാണുന്ന എത്രയാണോ പിക്സല്, അത് നിങ്ങൾ ഒരു അറേ ഓഫ് പിക്സൽസ് ആയിട്ട് കൊടുക്കേണ്ടി വരും, 1 ഡയമെൻഷണൽ അറേ. അപ്പൊ ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ലേനെറ്റ് എങ്ങനെ നിങ്ങൾക്ക് എല്ലാ CNN സ്ക്രാച്ച് ചെയ്യുന്ന ഇത് ചെയ്യണ്ട, പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അതിനെ മറ്റേ ട്രാൻസ്ഫർ ലേണിംഗ് ചെയ്താൽ മതി. അതായത് അവസാനത്തെ ഭാഗത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഗൂഗിളിന് ആപ്പിൾ ഓറഞ്ചും കണ്ടുപിടിക്കാൻ പോയ അൽഗോരിതം തന്നെ ഷാൽവിനെയും എന്നെയും ഒരു കമ്പനിയുടെ ഉള്ളിൽ തിരിച്ചറിയാൻ വരെ ഉപയോഗിക്കാം. അതാണ് ട്രാൻസ്ഫർ ലേണിംഗ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ടൈം ഹാൻഡിൽ ചെയ്യുന്നത്. സ്പേസും ടൈമല്ലേ ഉള്ളൂ വേൾഡിൽ. അപ്പൊ ടൈം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മറ്റേ റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ഇത് ചെയ്ത്. അതിന് മെമ്മറി ഉണ്ട്. അതിന് മുമ്പത്തെയൊക്കെ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് ആയിരുന്നു. അതാണ് ഫീഡ് ബാക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക്. അതായത് മെമ്മറി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 2017 അവർ കണ്ടുപിടിച്ചു, ഓക്കെ, ദർ ഇസ് നോ നീഡ് ഫോർ ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈം മാത്രമല്ല, അറ്റൻഷൻ മാത്രം മതി. അതാണ് അറ്റൻഷൻ ഈസ് ആൾ യു നീഡ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വേർഡിന് തൊട്ടടുത്ത വേർഡും അതിന്റെ കോണ്ടെക്സ്റ്റുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ്, സ്ട്രക്ചറലിസം എന്ന് പറയും, അത് ലേൺ ചെയ്യാൻ ഈ നെറ്റ്വർക്ക് ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന് സാധിച്ചു. അങ്ങനെ അവര് ബർട്ട് അതാണ് പിന്നെ ബാഡായത്. അതേമാതിരി തന്നെ ഈ ടെൻസർ ഫ്ലോ ഒക്കെ മറ്റേ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഹഗിങ് ഫേസ് അതിന്റെ മുകളിൽ ലൈബ്രറീസ് എഴുതാൻ തുടങ്ങി. അപ്പോ ടെക്സ്റ്റ് പ്രോസസ്സിംഗ് ഇതായിട്ടിരിക്കുമ്പോഴാണ് ChatGPT
2022 നവംബറിൽ വന്നേ. ചാറ്റ് GPT എവല്യൂഷൻ പിന്നെ മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ലോകത്തിൽ പുതിയ മണ്ടന്മാരെ ഉണ്ടാക്കാനുള്ള ഒരു പ്രയാണത്തിലാണ്. കാരണം ആരും ഒന്നും പഠിക്കണില്ല, എല്ലാവരും ചാറ്റ് GPT മറ്റേ തിരിച്ച് പഠിക്കുന്നു. ഇതാണ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ചരിത്രം. ഷാൽവിൻ, എനി ക്വസ്റ്റ്യൻസ്? ഹഗ്ഗിംഗ് ഫേസ്, 2 minutes break എന്ന് ഓക്കെ പറഞ്ഞല്ലോ. വന്നു. ഹഗ്ഗിംഗ് ഫേസ്. അത് അപ്പൊ ആരും ടെൻസർ ഫ്ലോയും പൈടോർച്ച് വെച്ചൊന്നും ഇന്ന് ആരും ഇത് പ്രോഗ്രാം ചെയ്യില്ല. ഇങ്ങനത്തെ ഇവരുടെ പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് എടുത്തിട്ട് ചെയ്യണം. ഇപ്പൊ LLM തന്നെയാണെങ്കിൽ ഗൂഗിളിന്റെ അല്ല ആമസോണിന്റെ ആണെന്ന് തോന്നുന്നു എല്ലാമാന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. ഫേസ്ബുക്കിന്റെ മെറ്റയാണ്. ഫേസ്ബുക്കിന്റെ. അപ്പൊ ഷാൽവിൻ, ചോദ്യം ചോദിച്ചാൽ ഒരു രസമുള്ളൂ ഇതിന്. കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ മുറിച്ച് വേണേ നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ സമ്മപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ സെയിം സാധനം 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോ നുണ പോലും സത്യമാണെന്ന് തോന്നൂലേ? അതാണ്. ഞാനൊരു ഇതില് കണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇഫ് എൽസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഎഫക്റ്റ് ഒരു ഫെൽസ് അല്ലേ എടുക്കുന്നത് ഏതില്? ഈ ന്യൂറൽ നെറ്റ്വർക്കില്? ഇല്ലല്ലോ, ന്യൂറൽ നെറ്റ്വർക്ക് ആ വെയിറ്റ് ബാക്ക് പ്രൊപ്പഗേഷൻ വഴിയല്ല ഡിറ്റർമിൻ ചെയ്യണേ. വൺസ് അത് കഴിഞ്ഞ് അതായത് പ്രഡിക്റ്റ് ചെയ്യുമ്പോ ആണ് ഈ ഒരു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് തന്നെയാണ് വർക്ക് ചെയ്യണത്. അല്ല എടാ, അത് ട്യൂറിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം അപ്പുറത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റേ കണ്ടീഷണൽ കൺസ്ട്രക്ഷൻ ലൂപ്പും മാത്രം മതിയല്ലോ. ലൈഫും ലൂപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ആയി. പിന്നെ ഡൗട്ട് കൊണ്ടിട്ട് ആദ്യത്തെ ഒരാളുടെ പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്താണ് മെക്കൊളിൻ, എനിക്ക് ആ പേര് വിട്ടുപോയി. മെക്കൊളോപിക്സ്. ആ പുള്ളിയുടെ പേപ്പറും പ്രിസെപ്ട്രോൺ എന്ന് പറയുന്ന സാധനം ഒന്ന് തന്നെയാണോ? പെർസെപ്ട്രോൺ അത് തന്നെ. അതാണ് പെർസെപ്ട്രോണായിട്ട് മോഡൽ ചെയ്തത്. അത് വെച്ചിട്ട് ഇത് ഹാർഡ്വെയർ ആയിരുന്നു. അല്ല സോറി, ഇത് ഹാർഡ്വെയർ ആയിരുന്നു. പെർസെപ്ട്രോൺ അതിന്റെ സോഫ്റ്റ്വെയർ വേർഷൻ ആയിരുന്നു തോന്നുന്നുണ്ട്. അതെ. അല്ല, പെർസെപ്ട്രോണ് മറ്റേ എക്സോറ മോഡൽ ചെയ്യാൻ പറ്റാത്തപ്പോ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഉണ്ടാക്കി. മെയിൻ എന്താ വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്തായാലും ന്യൂറോണിലില്ല. അത് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഈ ലീനിയർ റിഗ്രഷൻ വിത്ത് ഇടയില് ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് നോൺ ലീനിയറിറ്റി സിമുലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വിജയം. അങ്ങനെയല്ല, ഇതൊരു മോഡലായിട്ടുള്ള, അപ്പൊ നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളോട്ട് ഇടാൻ പറ്റും. ഇത് പക്ഷെ ഇത് ക്ലാസ് ഒക്കെ എടുക്കണമെങ്കിലേ മാസങ്ങൾ എടുക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെ അതെ, കോപ്പിൽ നെറ്റ്വർക്ക് ഒക്കെ ഈ ഡീപ്പ് ലേണിംഗ് ഒക്കെ എന്നൊക്കെ മുമ്പുള്ളതാ. എന്നുവെച്ചാല് ആൾക്കാർ പല രീതിയിലും നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. RNN 86 കണ്ടുപിടിച്ചെങ്കിലും ലേനെറ്റ് അങ്ങനെയൊക്കെ. ഇതെവിടെ നിന്ന് ടീച്ചറായിട്ട്? ഇത് ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളാം. അല്ല, പക്ഷെ ഫുള്ള് കോംപ്രഹെൻഡ് ചെയ്തിട്ടുള്ള ഞാൻ ജേർണലിസ്റ്റിക് ലെവലില് കണക്കൊക്കെയാണ്. SVM ഒരു ഈ ഡീപ്പ് ലേണിംഗ് വന്നേക്ക് മുമ്പ് കുറച്ച് ഡാറ്റ സെറ്റിൽ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം SVM. VC ഡയമെൻഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് 1997 LST. ഇത് നിന്റെ ലിങ്ക് ഒന്ന് മെയിലായിട്ട് അയച്ചാ. റെസ്ട്രിക്റ്റഡ് ഇതൊക്കെ ഇത് വന്നപ്പോഴേ വന്നതാണ്. പിന്നെ മറ്റേ സാധനം ഉണ്ട്, ഡീപ് ഫേക്കിന്റെ വേറെ സാധനം ഉണ്ട് കേട്ടോ. ഡീപ് ഫേക്കിന്റെ അതിന്റെ പേര് ഈ സയമിസ്റ്റിൻ അൽഗോരിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേർഡ് എംബെഡിങ്. RLU. ഇതാണ് മറ്റേ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഡ്രോപ്പ് ഔട്ട് പൂളിംഗ് ഒക്കെ ഈയിടയ്ക്ക് വന്നതല്ലേ. ഇതൊക്കെയാണ് പ്രീ ഡിഫൈൻഡ് ഇമേജ് നെറ്റ്. അത് കുറെ ഫ്രൂട്ട്സിന്റെ ആണെന്ന് തോന്നുന്നു. അലക്സ് നെറ്റ് ആണ് കാലങ്ങളോളം ബെസ്റ്റ് ട്രാൻസ്ഫർ ലേണിംഗ് നെറ്റ്വർക്ക് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് റീട്രെയിൻ ചെയ്യും. ഈ അൽഗോരിതം ആണ് മറ്റേ ഡീപ്പ് മൈൻഡ് ഉപയോഗിച്ചത്.
ക്യൂ ഡീപ് ക്യൂ നെറ്റ്വർക്ക്. വേരിയേഷൻ ഓട്ടോ എൻകോഡേഴ്സ്. ഇതാണ് ഡീപ് ഫേക്കിന്റെ അൽഗോരിതം. ജനറേറ്റീവ് GAN അതിനുള്ളിൽ വെള്ളം അടിച്ചപ്പോ ഉണ്ടാക്കിയതാ. സംബടി GRU മറ്റേ LSTMന്റെ വേരിയേഷൻ അല്ല മറ്റേ ഇതിന്റെ ഇതാണ് ട്രാൻസ്ഫോമേഴ്സ്. അറ്റൻഷൻ BERT GPT. ഇത്രേ ഉള്ളൂ. പിന്നെ ലിങ്ക് ഒന്ന് മെയിലായിട്ട് അയച്ചേ. ഞാൻ അയച്ചുതരാം. ലിങ്ക് വാട്സാപ്പിൽ ഇട്ട് തന്നാൽ മതി. അത്യാവശ്യമുണ്ട്. നല്ല ഓർഡറിലുള്ള സെറ്റ്. ഇതിന്റെ C++ ഈക്വലന്റ് ഞാൻ ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ ഫുൾ ആയിട്ടില്ല. ഓരോ നെറ്റ്വർക്കും ഉണ്ടാകണം. അല്ലല്ല എടാ, ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഇപ്പൊ നമ്മൾ ഓണ്ടോളജി പിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് സബ്ജക്ട് മാറ്ററിന്റെ എന്താണ് കൺസെപ്ച്വൽ എലമെന്റ്സ് ആണ് കിട്ടുന്നത്. ഇനി അതിനൊരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ട്രേസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് കിട്ടും. അതായത് ഓരോ കൺസെപ്ച്വൽ എലമെന്റ്സ് എങ്ങനെ ആയെന്നുള്ളത് കിട്ടും. കീ പീപ്പിൾ ബിഹൈൻഡ് ദാറ്റ് കിട്ടും. അപ്പൊ അത് നമ്മൾ C# ചെയ്യണം, .NET ചെയ്യണം. മനസ്സിലായോ? ഓരോന്നിലും ചെയ്ത് കഴിഞ്ഞാലേ അറിവ് പൂർണ്ണമാവുള്ളൂ. അല്ല, എന്നാലും റീസണിങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥയില്ലേ, ഈ മറ്റേ എന്താ പറയാ, ആവറേജിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ LLM എത്തുന്ന പരിപാടിയില്ലേ, അത് ഞാൻ ഇൻവെന്റ് ചെയ്തതാ. ഐ ഹവൻ സീൻ എനിവൺ ഡൂയിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? അതായത് ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഇപ്പൊ സോഫ്റ്റ് മാക്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് എനിക്ക് മനോജ് ചൗധരി എന്നുള്ള ഒരു പുള്ളിയെ പറഞ്ഞത്. പിന്നെ കുറെ തർക്കത്തിൽ നിന്നൊക്കെ ഈ മനോജ് ചൗധരിയും രാജീവ് എമ്മയും തമ്മിൽ തർക്കത്തിൽ എന്ന് കുറെ പഠിച്ചു. മനസ്സിലായില്ലേ? പിന്നെ ഈ ഹാർഡ്വെയർ കണ്ട് ഏത് ഈ അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു കേട്ടോ, ആ ഹാർഡ്വെയർ കണ്ടത്. ഞാൻ ശരിക്കും ലൈവ് കണ്ടു TV-യിൽ. അപ്പോഴാണ് ഇവന്മാര് ഹാർഡ്വെയർ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്മാരുടെ രോഗം എന്തായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഡീപ്പ് ലേണിംഗ് വന്നപ്പോഴാണ് ശരിക്കും ലീനിയർ റിഗ്രഷൻ ഒരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് കോൾ ഫെഡറിക് കണ്ടുപിടിച്ചത്. അതൊരു ലേണിംഗ് അൽഗോരിതം ആയിരുന്നില്ല. പക്ഷേ അവിടെ ഫംഗ്ഷൻ ഫിറ്റിംഗ് നടക്കുന്നതുകൊണ്ട് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ അത് ലീനിയർ റിഗ്രഷൻ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാവുന്നതും ഈ മിക്ക ഓപ്പറേഷൻസ് ലീനിയർ റിഗ്രഷൻ കേർണൽ ആയിട്ടുള്ളത് കൊണ്ടാണ് അത് പഠിക്കുന്നത് നമ്മള് മെഷീൻ ലേണിംഗ് അൽഗോരിതമായിട്ട്. പിന്നെ അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലേ കുറെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് എടുത്തില്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതല്ലേ മറ്റേ ഇപ്പൊ ആൾക്കാരുടെ പഠിത്തം കണ്ടിട്ടുണ്ടോ? ഞാൻ SQL എക്സ്പെർട്ട് ആവാൻ പോവാ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് SQL സെർവറിന്റെ ഉള്ള 36,500 ക്വയറിയൊക്കെ അടിച്ചു പോകും. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ? വേറെ ഒന്നിനും കൂടുതലാണ്ടോ തോന്നുന്നു. അതേമാതിരി ആ പരിപാടി ചെയ്യും ആൾക്കാര്. പിന്നെ ഇതൊന്നും നമ്മള് ഇപ്പൊ എന്റെ നോളജ് മതി ഇപ്പൊ മിക്ക നെറ്റ്വർക്കും പ്രോഗ്രാം ചെയ്യാൻ. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഒരു റിസർച്ചർ ആവണമെങ്കിലൊക്കെ ഇത്രയൊന്നും പോരാ, ഇതിലും കൂടുതലാണ്. അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാല് ഐ ആം എ ലിറ്ററേറ്റ് കൺസ്യൂമർ ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോറിതം എന്ന് പറയും. അതായത് ഒരു സാക്ഷരതയുള്ള കൺസ്യൂമർ. അതിന് ഇപ്പൊ എന്റെ നോളജ് മിനിമം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതാണ് എന്റെ കേസ്. അതിനിടയ്ക്ക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, ഗൂഗിൾ OR ടൂൾസ്. അത് പിന്നെ സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്.
പിന്നെ ജനറ്റിക് അൽഗോറിതം, ജനറ്റിക് പ്രോഗ്രാമിംഗ് ഒക്കെ കുറെ കോഡ് എഴുതി ഇത് വന്നാലേ മെഷീൻ ലേണിംഗ് എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഞാൻ 22% ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ 2010-നും ഒരു 18-നിടക്കൊക്കെ മെഷീൻ ലേണിംഗ് അറിഞ്ഞു തുടങ്ങി നിങ്ങൾ മടയനാണെന്നുള്ള രീതിയിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ 2015 മുതൽ ഇതിനെ ക്രിട്ടിക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് ആൾക്കാർ മെഷീൻ ലേണിംഗ് ചെയ്യുന്നു. ഇപ്പൊ ബാങ്കിലെ ടെല്ലറാണ് ഒരാളെന്ന് പറഞ്ഞാൽ ATM ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ATM-ന് കുറച്ച് ബാങ്കിലൊക്കെ അവിടെ ഇവിടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ടെല്ലർ എന്താ ചെയ്യണമെന്നുള്ളത് അറിയാൻ പറ്റും ഉണ്ടാക്കുന്ന ആൾക്ക്. ആ വ്യത്യാസം. വേണമെങ്കിൽ ഒന്ന് റെക്കോർഡിംഗ് ഓഫ് ചെയ്ത് വെച്ചേക്കും.